സഹോദരേ കലാസ്നേഹികളെ, ദ വേൾഡ് ഗവൺമെന്റ് ഇലുമിനാട്ടിക്ക് ശേഷം ഒരു സിമ്പൽ കാണുന്നുണ്ട് ഞങ്ങള് ഇലുമിനാട്ടി. ഇപ്പൊ നിലവിൽ സിനിമക്കാർ എടുത്തിട്ട് തലങ്ങും വിലങ്ങും അലക്കിക്കൊണ്ടിരിക്കുന്ന അങ്ങ് ജപ്പാനിലെ നൊട്ടോറിയസ് ഗാങ്സ്റ്റർ ഗ്രൂപ്പ് യക്കൂസ വന്ന് ഇവിടെ ഇപ്പൊ കക്കൂസി പോയാലും അവിടെ ഒരു യക്കൂസ ഉള്ള പോലെയാണ്. മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും എല്ലായിടത്തും അവരുടെ പ്രവാഹം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഞാനൊരൊറ്റ കാര്യം പറയാം സുഹൃത്തുക്കളെ, ഇവർക്കൊരിക്കലും ഒരു സൂപ്പർ ഹീറോ മൂവി എടുക്കാൻ സാധിക്കില്ല. കാരണം ഇവരുടെ നോർമൽ ഹീറോസ് പോലും സൂപ്പർ ഹീറോയെക്കാളും അതിശക്തനല്ലേ. ഇനി നമുക്ക് സിനിമയിലേക്ക് വന്നാൽ നോക്കൂ, ഈ സിനിമയുടെ ഇൻട്രോ ആൻഡ് ടൈറ്റിൽ കാർഡ് അതിഗംഭീരമായിരുന്നു. ഈ സിനിമയിലെ മ്യൂസിക്, സിനിമാറ്റോഗ്രാഫി, ആർട്ട് വർക്ക്, ഡയറക്ഷൻ, എല്ലാ വിധത്തിലുള്ള ടെക്നിക്കൽ ടീംസ്, സ്റ്റണ്ട്, പക്ഷെ അതിനെയൊക്കെ പറയിപ്പിക്കുന്ന ഒരു ഒറ്റ കാര്യമുണ്ട് ഇതിന്. അത് ഞാൻ വഴിയെ പറയാം. സോ ഗയ്സ്, ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജപ്പാൻ ലോക മഹായുദ്ധം കഴിഞ്ഞ് തോറ്റു തുന്നമ്പാടി നിൽക്കുന്ന സമയത്ത്, നാഗസാക്കിയിലും ഹിരോഷിമയിലും ബോംബൊക്കെ വീണ സമയത്ത് അവിടെ യക്കൂസ ഗ്യാങ് വളരെ ശക്തമായി വളർന്നു വരികയാണ്. ബട്ട് അവർക്കെതിരെ റെബല്യസ് ആയിട്ട് വേറൊരു ഗ്രൂപ്പുമുണ്ട്, ദ റെഡ് ഡ്രാഗൺ ഗ്രൂപ്പ്. ഒരു ഉച്ച സമയത്ത് യക്കൂസ ടീം വന്ന് റെഡ് ഡ്രാഗണിലെ എല്ലാവരും വെട്ടിച്ചായ്ക്കുകയാണ്. എന്നിരുന്നാലും ഒരുത്തൻ മാത്രം രക്ഷപ്പെടും. അതാരാണെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. ഈ ജപ്പാൻ അപ്പൂപ്പന്റെ വാക്കുകളിലൂടെ ആദ്യം തന്നെ തള്ളു തുടങ്ങുകയാണ്. കേട്ടറിവിനേക്കാൾ വലുതാണ് മുരുകൻ എന്ന സത്യം. ഇനി നമ്മുടെ ജപ്പാനിലെ സ്ഥിതിവിശേഷങ്ങൾ അത്ര നല്ലതല്ലാത്തത് കൊണ്ട് അവിടെ നിന്ന് ആൾക്കാർ കൂട്ട പലായനം ചെയ്യുകയാണ്. അപ്പൊ 2 പെട്ടി നിറയെ സ്വർണവുമായി ഇവർ രണ്ടുപേരും അവിടെ നിന്ന് കടന്നു വന്ന് ബോംബെയിൽ പോയി ഒരു വലിയ പോർട്ട് തുടങ്ങാനുള്ള പ്ലാനിലാണ്. അങ്ങനെ ഇവരൊരു ഷിപ്പിൽ കയറി യാത്രയാകുമ്പോൾ അതിനകത്ത് കുറെ കൊള്ളക്കാർ വന്ന് ആ സ്വർണ്ണമെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് പോകാൻ ശ്രമിക്കുകയാണ്. അപ്പൊ അവിടേക്ക് നമ്മുടെ യക്കൂസ മെമ്പേഴ്സിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് വന്ന നായകന്റെ ചെറുപ്പകാലം കാണിക്കുകയാണ് ഗൈസ്. ഈ കഥ മുഴുവനും പഴയ കാലഘട്ടത്തിലാണ് നടക്കുന്നത്. ഈ സമയത്തുള്ള ഇൻട്രോയും ഫൈറ്റും ബീജിയും എല്ലാം ഒരേ പൊളിയായിരുന്നു ഗൈസ്. സത്യം പറഞ്ഞാൽ മുഴുവൻ സിനിമയിലും പവൻകാരു കാണിച്ചതിനേക്കാളും വളരെ നല്ലതായിരുന്നു ഈ ഒറ്റ സീനിൽ ഈ ചെറുക്കം കാണിച്ചത്. എന്തായാലും തന്റെ സ്വർണ്ണത്തെ രക്ഷിച്ച പവൻകാരുവിനോട് പ്രകാശ് രാജിനൊരു പ്രേമം തോന്നുകയാണ്. അങ്ങനെ അവിടെ വെച്ച് അവർ ഒന്നിക്കാനും തീരുമാനിക്കുന്നു. ഇനി ഇതിൽ മൾട്ടിപ്പിൾ വില്ലന്മാരുണ്ട്. ഗാരു ഇതിനകത്തൊരു ഗംഭീരനായതുകൊണ്ട് ഒറ്റ വില്ലനൊന്നും പുള്ളിക്ക് പറ്റാത്തത് കൊണ്ട് ആദ്യം സിനിമയിൽ വരുന്ന ചോട്ടാ വില്ലനാണ് നമ്മുടെ സുദേവ് നായർ. പുള്ളി ഇങ്ങോട്ട് വന്നിട്ട് ആ ബോംബെ ഹാർബറിൽ കയറി അവരുടെ ഒരു കണ്ടെയ്നർ ചെക്കിംഗ് ഒന്നും ഇല്ലാതെ വിട്ടിറണമെന്ന് പറയും. അപ്പൊ നോക്കുമ്പോൾ നമ്മുടെ പ്രകാശ് രാജിന്റെ മകനാണ് അവിടുത്തെ കാവലാൾ. കണ്ടെയ്നർ പോയിട്ട് നിന്റെ കപ്പലണ്ടി പോലും ഇതുവഴി പോകില്ല എന്ന് പറയും. അവനെ അങ്ങ് വെടിവെച്ച് കൊല്ലും. സംഭവം ആ കണ്ടെയ്നർ നിറച്ച് RDX ആയിരുന്നു ഗൈസ്. ശരിക്കും ഈ 90s എല്ലാവരുടെ കയ്യിലും ഈ RDX പൊട്ടാസ് തോക്കൊന്നും ഉള്ള സമയമല്ലല്ലോ. അതിനാൽ തന്നെ ഒരു കണ്ടെയ്നർ നിറച്ച് RDX അവർ ഇറക്കുമതി ചെയ്തിരിക്കുകയാണ്. അതിനിടയിലാണ് ഇവൻ പ്രകാശ് രാജിന്റെ മോനെ വെടിവെച്ച് കൊന്നു കളയുന്നത്. ഇനി നമ്മുടെ സുദേവ് നായരുടെ തന്തയിൽ, അതായത് പ്രകാശ് രാജിന്റെ കൂടെ ആദ്യം ഉണ്ടായിരുന്ന ആൾ, അവർ രണ്ടുപേരും കൂടിയാണ് സ്വർണം കൊണ്ട് കടന്നു പോകാൻ ശ്രമിക്കും നമ്മുടെ യങ് ഗാരു ഒന്ന് രക്ഷിക്കുന്നത്. ഈ മൊണ്ണ സുദേവ് നായരെ ആ മരണ വെട്ടിപ്പോയി നിന്ന് ചിരിക്കും. അപ്പൊ തന്നെ ആ പെണ്ണുമ്പിള്ള അവിടെ നിന്നൊരു ചൂരൽ കമ്പെടുത്ത് ഇവനെ അറിയും. അത് കഴിഞ്ഞത് കലിപൂണ്ട സുദേവ് നായർ തന്തയോട് ചോദിക്കും, എന്നെ എല്ലാരും മുമ്പിട്ട് അറിഞ്ഞപ്പോ നീ ആരോടൊന്നും അനങ്ങിയത് പോലും ഇല്ലല്ലോടാ മോട്ട തന്തേ. അപ്പോഴാണ് അയാൾ കാര്യങ്ങളൊക്കെ പറയുന്നത്. ആ പോർട്ടിന് വേണ്ടി സുദേവിന്റെ തന്ത എന്ത് ചെയ്തെന്നോ, അവിടെ വലിയ കലാപം തന്നെ ഉണ്ടാക്കി അയാളെ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ വരെ ശ്രമിച്ചു. പക്ഷേ KGF-ലെ റോക്ക് ബോയെ പൊക്കി അടിക്കുന്ന പോലെ ഈ പടത്തിൽ 4 വാക്കിനും ഓജയ്ക്ക് വേണ്ടി ഹൈപ്പാണ് ഗൈസ്. അർജുൻ ദാസിന്റെ സൗണ്ട് വരെ കൊണ്ട് ഹൈപ്പ് കൊടുക്കുന്നുണ്ട്. നോക്കൂ, ഈ സിനിമയിലെ ഫൈറ്റ് കൊറിയോഗ്രാഫി എല്ലാം അടിപൊളിയാണ്. അതിനാൽ തന്നെ എനിക്ക് അതിനോട് വിയോജിപ്പൊന്നുമില്ല. ഒപ്പം തമന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടി ആകുമ്പോൾ പൊളിക്കും. പക്ഷെ ഗാരുവിനും പകരം മൊത്തം ഡ്യൂപ്പാണെന്നേ ഉള്ളൂ. മോന്ത കാണിക്കാൻ പറ്റുന്ന മാക്സിമം ഷോട്ട് തന്ത്രപരമായി ഡയറക്റ്റ് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ആ മരമോന്ത കാണിച്ചാലോ? ഇതേ ഭാവമാണ് മുഖത്ത്. അച്ഛൻ ചത്താലും അമ്മച്ചി പ്രസവിച്ചാലും ഒരേ ഭാവം. കേട്ടറിവിനേക്കാൾ വലുതാണ്. പോടാങ്ങ ഒരു ഗ്യാപ്പ് ഇട്ട് ഏവനെങ്കിലും എന്റെ കയറി എന്ന് പറയും ഓജ് വലിയ ഗുണ്ടയാണെന്ന്. ഓജിയുടെ സോഴ്സ്മാൻ സ്കിൽ എന്നൊക്കെ പറഞ്ഞ ടോപ്പ് നോച്ചാണ്. ആകാശത്ത് വാള് നിർത്തി ഉറ വലിച്ചൂരും. കമ്പിന്ന് ഉറ വലിച്ചൂരും എടുക്കാനാ. ഒരു 32 പേര് ഒറ്റ ഇരിപ്പിനങ്ങ് വെട്ടിയിട്ട് ഇതെന്തോന്നും മുഖഭാവോടെ ചുണ്ടിൽ ശമ്പു വെച്ചേക്കണേ. വരൂ, നമുക്ക് ഗാരുവിന്റെ കുറച്ച് സ്റ്റൈല് കാണാം. ഇന്ന് രാത്രി ചപ്പാത്തി വേണ്ടല്ലോ, ഭാര്യയുടെ പറഞ്ഞ ചോറ് മതിയല്ലോ. അന്ന് ആ പോസ്റ്റിന് വേണ്ടി നടന്ന യുദ്ധം ഗാര് ചോര കൊണ്ട് കളർ മാറ്റിയ ഷർട്ടാണത്രേ അവരവിടെ കൊടിയായി വരെ ഉപയോഗിക്കുന്നത്.
ഇനി ആ കണ്ടെയ്നർ ഇല്ലേ ഗൈസ്, ആ കണ്ടെയ്നർ നമ്മുടെ പ്രകാശ് രാജ് മാറ്റുകയാണ്. അത് തിരക്കിതേ നമ്മുടെ എമ്പുരാനിലെ ബൽരാജ് സിംഗ് വരികയാണ്. പുള്ളി വന്ന് കണ്ടെയ്നർ കണ്ടെത്തുമെങ്കിലും അതിനകത്ത് സാധനമില്ല, അതൊക്കെ ഓൾറെഡി മാറ്റി. അപ്പോഴത് അവിടേക്ക് ഡബിൾ ബാരൽ ഒലക്കയുമായി നമ്മുടെ സലാറിലെ ശ്രീയ റെഡ്ഡി വരികയാണ്. പുള്ളിക്കാരി ഇപ്പോഴും സലാറിൽ തന്നെ ഇരിക്കുകയാണ്, മുഖമൊക്കെ മുറുക്കി പിടിച്ചേക്കണം. സംഭവം നമ്മുടെ ഓജി ഇല്ലേ ഗൈസ്, ഓജസ് ഗംഭീര 10-15 വർഷമായി ഇവരുടെ കൂടെ ഇല്ല. പുള്ളി ഇവിടെ ഒരു ചിട്ടി കമ്പനി നടത്തി പൊളിഞ്ഞ് നാട് വിട്ടിരിക്കുകയാണ്. അവസാനമായി 7 വർഷങ്ങൾക്ക് മുന്നേ തമിഴ്നാട് കുറുവ സംഘത്തിന്റെ കൂടെ ചിലർ കണ്ടു എന്ന് പറയുന്നുണ്ട്. പുള്ളി ഒരു ലോഡ്ജിൽ കയറിയിട്ട് അവിടെ കുറെ പെണ്ണുങ്ങളെ പിടിച്ചു വെച്ച് അനാശാസ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഒരു 10-30 പേരെ അങ്ങ് വെട്ടി തീർക്കും. അന്നാ പോലീസ് സ്റ്റേഷനിൽ ഇദ്ദേഹത്തെ പിടിച്ചു വെച്ചിട്ട് പുള്ളിയുടെ ബാഗ് പരിശോധിക്കുമ്പോൾ അതിനകത്തൊരു ലുലു സൂപ്പർ മാർക്കറ്റ് വരെ ഉണ്ട്. കടുത്ത ആനിമ ആരാധകനായ നമ്മുടെ ഓജസ് ഗംഭീര പലിശക്ക് കൊടുത്ത പൈസ കൊണ്ട് മൊത്തം വാങ്ങിക്കൂട്ടിയത് കുറെ ഡ്യൂപ്ലിക്കേറ്റ് പിച്ചാത്തിയും താലി ഭസ്മോ കേടാ. അതേത് മാങ്ക ബുക്ക്. പുള്ളി ഒരു ഡിലൂഷനിലാണ്. വൺ പീസിലെ സോറോ ആണെന്നാണ് വിചാരം. ഇവിടെ ഈ തോക്ക് കീച്ചെയിന് കുരുത്തിടാൻ പറ്റും. അതിന്റെ മൂട്ടിൽ നോക്ക്. എന്തായാലും ബാഗ് പരിശോധിക്കുന്ന പോലീസുകാരൻ ഞെട്ടും. I have a permit for that. അയ്യോ, ആ മോന്ത നോക്ക്, എന്തോടാ ഇങ്ങനെ അമ്മങ്ങി ഇരിക്കണം. ഓജി പിടിച്ചിരുത്തിരിക്കണ റൂമിലേക്ക് കടന്നു വന്ന പോലീസുകാരൻ ഭയങ്കര നാറ്റൊന്നും പറഞ്ഞ് തിരിച്ചിറങ്ങി പോകും. സംഭവം ഒന്നുമില്ല ഗൈസ്, ഓജി എന്ന് പറഞ്ഞാലേ വേറെ ലെവലാണ്. പണ്ട് ഇങ്ങേർക്ക് ഓജിയുടെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. എല്ലാരും പച്ചക്ക് വെട്ടിക്കൊള്ളുന്ന കണ്ട് പുള്ളി പേടിച്ചതാണ്. ഓ പിന്നെ ഈ സ്മോക്ക് സീനൊക്കെ നമ്മുടെ വിജയണ്ണ പണ്ടേ വിട്ടേനടായി. ബട്ട് എന്നിരുന്നാലും ഈ സിനിമാറ്റോഗ്രാഫി ഒക്കെ പൊളിയാണ് ഗൈസ്. ഇങ്ങനെ നിൽക്കാം. Come on, Ramesh, let's go. തമസോമ ജ്യോതിർമൈന. അങ്ങനെയല്ലല്ലോ. ശരിക്കും പറഞ്ഞ ഗൈസ്, ഈ പടത്തിൽ ഇദ്ദേഹത്തിന് സ്വാഗ് ഇല്ലെന്നല്ല, ഇങ്ങനെയുള്ള ഫാൻസ് ഇതൊക്കെ ഇഷ്ടപ്പെടും, ആഘോഷിക്കാനുള്ളതുകൊണ്ട്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഈ സിനിമയിൽ ഈ വന്താന അല്ലാതെ വേറെ ആരെങ്കിലുമാണ് അഭിനയിപ്പിച്ചിരുന്നെങ്കിൽ, കുറച്ചുകൂടി യങ്ങായിട്ടുള്ള വേറെ ആരെങ്കിലും ആണെങ്കിൽ തിയേറ്ററിൽ നിന്ന് കത്തിയനെ. എന്തായാലും പോലീസുകാരൻ പറയും, അവൻ എങ്ങനെയും ഒന്ന് പറഞ്ഞു വിടേ, ആ ഒരു പൊതു ശല്യമാണ്. എന്തായാലും അതാണ് അവസാനമായി ഗാരുവിനെ ഇന്ത്യയിൽ കാണുന്നത്. ശരിക്കും പ്രകാശ് രാജിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഗാരു നേരെ പോയി മോളുടെ പ്രായമുള്ള ഒരു ചിക്കനെ കറക്കി എടുത്ത് കല്യാണം കഴിച്ച് ഒരു കൊച്ചിനെ കൊണ്ടാക്കി അങ്ങനെ താമസിക്കുകയാണ് ഗാരു. അല്ല, ഇങ്ങേർക്ക് ഇത് എവിടെ നിന്നാണ് സമയം? പുള്ളി ഉച്ചയ്ക്ക് 2 മണി വരെ ഗാങ്സ്റ്റർ പണി ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ കുടുംബത്തെ ഒന്ന് കയറും. ശേഷം പിന്നെ അവധിയാണ്, പിന്നെ പിറ്റേന്ന് ഇറങ്ങുള്ളൂ. 2 ലീവും. അതിനിടയിൽ കണ്ടില്ലേ പുള്ളി ഇവിടെ അക്കീടയും പഠിപ്പിക്കുന്നുണ്ട്. ഇതാരുടെ ഉരുളാണ്. പാവം ഏതോ ഹതഭാഗ്യൻ. ഓജിയെ പറ്റി അത്ര അറിവില്ല എന്ന് തോന്നുന്നു. അതെന്താടാ ഓജി? സാരിയാ. സ്റ്റെപ്പ് ഒരു നീണ്ടു കിടക്കണ സാരിയാടാ. 2.5 കിലോമീറ്റർ നീളമുള്ള സാരിയാടാ ഓജി നീ നിന്റെ പെണ്ണുമ്പിള്ളക്ക് വാങ്ങിച്ചു കൊടുക്കണം കൊടുക്കാനായിട്ട്. ഇതെപ്പ ചുരുട്ടി തീരാനായിട്ട്? സോ ഗൈസ്, ഈ സിനിമയിലെ ഇമ്രാൻ ഹാഷ്മിയാണ് നമ്മുടെ ഓജസ് ഗംഭീരക്കെതിരെയുള്ള വില്ലൻ. സത്യം പറയല്ലോ, ഇങ്ങനെ സ്വാഗൊക്കെ ഉണ്ടല്ലോ, ഒരു 1.5 സ്വാഗാണ്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ പുള്ളിയൊന്നും വേണ്ട വിധം ഉപയോഗിച്ചില്ല. കീട് സ്വാഗും സ്ക്രീൻ പ്രസൻസും ഉള്ള ഇങ്ങനെയൊക്കെ കൊണ്ടുവന്ന് തൊലിച്ചു വെച്ചളഞ്ഞു. ഇനി ഇത് കറണ്ട് സിറ്റുവേഷനിൽ നമ്മുടെ പ്രകാശ് രാജ് ഓജസിനെ തിരക്കി വരികയാണ്. അങ്ങനെ ഓജസിനെ കണ്ടെത്തി ഭാര്യനെയും കൊച്ചിനെയും കണ്ടുപിടിക്കും. എന്നിട്ട് ഒരു സഹായം അഭ്യർത്ഥിക്കാൻ വേണ്ടി വന്നാണെന്ന് പറയും. അതേസമയം നമ്മുടെ സുധേവ് നായർ ടീം പ്രകാശ് രാജിനെ തപ്പി പുറകെ വരികയാണ്. അങ്ങനെ ഇവരെല്ലാം കൂടി ഒരു ഹോസ്പിറ്റലിൽ വെച്ച് ഒരുമിച്ച് കൂടും. പക്ഷെ പ്രകാശ് നായർ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് കടന്നു കളയുകയാണ് ഗൈസ്. ജീപ്പിൽ കയറി രക്ഷപ്പെടുന്ന പ്രകാശ് രാജിനെ കൊല്ലാനായി സുധേവ് നായർ വെടിവെക്കുമ്പോൾ അവന്റെ തലയിൽ ഒരു ഗ്യാസ് ഊറ്റിയെടുത്ത് എറിഞ്ഞു കൊടുക്കും. ഈ പെണ്ണ് ഓണം വന്ന അപ്പ തന്നെ അവളെ വെടിവെച്ചും കൊല്ലും. മീൻവേൽ നമ്മുടെ ഇമ്രാൻ ഹാഷ്മി അഥവാ ഓമി പ്രകാശ് രാജിന്റെ വീട്ടിൽ കയറി അവിടെ മൊത്തം ആക്രമിക്കും. രക്ഷപ്പെട്ട പ്രകാശ് രാജ് ഒരു വലിയ കരിമ്പ് കാട്ടി കയറി ഒളിച്ചിരിക്കുകയാണ് ഗൈസ്. അവർ അവിടെ തീയിടുമ്പോൾ ഇവരിവിടെ വീടിന് തീയിടും. അങ്ങനെ ആകെ മൊത്തത്തിൽ തീമഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഭാര്യയെ കാണാതെ ഒറ്റയ്ക്ക് കുഴിമന്ത് തിന്നാൻ പോയ ഓജി തിരിച്ചു വരുമ്പോ ഭാര്യ ദേഹണ്ണമായി കിടക്കുന്നതാണ് കാണുന്നത്. പിന്നെ പുള്ളിയുടെ ഒരു ഉഗ്രം പെർഫോമൻസ് ഉണ്ട്. എന്ത് അയാൾ ഇത്ര നേരം കഷ്ടപ്പെട്ട് സങ്കടം അഭിനയിച്ച കണ്ടില്ല? തന്റെ ഒരേ ഒരു ഭാര്യ മയ്യത്തായി കിടക്കുമ്പോ മുഖത്ത് കാണിച്ച ആക്ടിങ് നിങ്ങൾ കണ്ടില്ല? എമ്പുരാനിൽ മോഹൻലാലിനോട് കണ്ണടയ്ക്കണ്ടെന്ന് പൃഥ്വിരാജ് പറഞ്ഞ പോലെ ഇയാളോട് ഡയറക്ടർ പറഞ്ഞാണ് മോഹം ഇങ്ങനെ മൊണസാരൂ എന്ന് വെക്കാൻ പറ്റുമെന്ന്. ഗൈസ്, കുറ്റം പറയരുതല്ലോ. ഈ സമയത്തുള്ള ഫൈറ്റ്, BGM, സിനിമാറ്റോഗ്രാഫി, ക്യാമറ, എഡിറ്റിംഗ് എല്ലാം പീക്ക് ലെവൽ സാധനങ്ങളായിരുന്നു. ഗാരു ഈ വക്കീൽ വിട്ടുന്ന വാളും കൊണ്ട് വരണത് ഒഴിച്ച് പൈപ്പ് എന്നൊക്കെ പറഞ്ഞാൽ കൊത്തുകെട്ടി ചാവരിക്കണ കിളവൻ വരെ പറയും. ഇതൊരു ഇന്റർവെൽ പഞ്ച് സീനാണ്. പൊളിയല്ലേ? നേരെ തലയണ റബ്ബർ ബോൾ പോലെ തെറിച്ചു പോയത്. അല്ല, ഈ പാടത്ത് എവിടെയാണ് ഫോൺ ബൂത്ത്? പ്രകാശ് രാജ് ഇത് ഏത് ഫോൺ ബൂത്ത് കയറി ഫോൺ വിളിക്കണേ എന്തോ? അന്നൊക്കെ അവിടെ മുക്കിന് പോസ്റ്റിൽ BSNL കേബിള് വലിച്ചിട്ടേക്കോടാ.
അത് ഇന്റർവൽ പഞ്ചാണ്, പോളി സാധനമല്ലേ ഗൈസ്. പറഞ്ഞിട്ട് എന്ത് കാര്യം? ദേ നോക്ക്, ഭാര്യയെ കത്തിക്കുകയാണ്. ആ സീനിൽ പോലും ഗാരു കരയൂല. ഗാരു കരഞ്ഞ ജനങ്ങളും കരയും, തിയേറ്ററും കത്തും. അങ്ങനെ ഈ പ്രശ്നത്തോടു കൂടി ഗാരു തിരിച്ചു വരികയാണ് ബോംബെയിലേക്ക്. ഓമയുടെ ആൾക്കാർ പ്രകാശ് രാജിന്റെ ഫാമിലി മൊത്തത്തിൽ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ബോംബെയിൽ ലാൻഡ് ചെയ്തതും ഗാരു നേരെ ഈ പോലീസുകാരന്റെ അടുത്ത് വന്ന് ചോദിക്കും, അവരെ എവിടെയാ ഒളിപ്പിച്ചു വെച്ചേക്കണ? അപ്പൊ പുള്ളി സിബ് തുറന്ന് കാണിച്ചിട്ട് പറയും, ദാണ്ട ഇവിടെയെന്ന്. ഇപ്പൊ നായ നീ വെള്ളത്തിലെടുക്കണം. ഫെറിസെന്താ പാട്ടിട്ട് ഒന്നുകൂടെ കൊന്നാളെ നായ നിന്നെ. പുള്ളി സ്റ്റേഷനകത്ത് കയറി വന്നിട്ട് പോലീസുകാരടുത്ത് പറയും അവന്റെ കൈ പിടിച്ചു വെട്ടാൻ. അത് കേട്ടത് അതെല്ലാം അനുസരിക്കാൻ കുറെ പോലീസുകാരും. അത്രയ്ക്ക് പവറാണ് ആശാൻ. ഈ സ്റ്റേഷനകത്ത് കയറി വന്നുള്ള മാസമാണ് ഗോൾഡ് സ്മഗ്ലിംഗ്, ബോംബെ അധോലോക നായകനെയൊക്കെ നമ്മൾ വേറൊരിടത്ത് കണ്ടിട്ടുണ്ട്. ഉപ്പോളം വരില്ലല്ലോ ഉപ്പിലിട്ടത്. கேங்க கூட்டிட்டு வரவன் கேங்ஸ்டர், ஒத்தையா வரவன் മോൺസ്റ്റർ. അങ്ങനെ അവിടെ നിന്ന് അവരെ പൂട്ടിയിട്ടേക്കുന്ന സ്ഥലം കണ്ടുപിടിച്ച നായകൻ കൂടെ ഉള്ളവരെല്ലാം വെടിവെച്ച് തകർക്കുമ്പോൾ സ്വാഗിൽ ഇങ്ങനെ നടുക്കൂടി നടന്നൊക്കെ പോയി തന്റെ കണ്ണാടിയിൽ വീണ ചലം ഒരുത്തിന്റെ മുതുകത്ത് തുടച്ചു വെച്ച് വൺ പീസിലെ സാഞ്ചിയെ പോലെ ഒരു കാലിൽ തീയൊക്കെ കത്തിച്ച് വന്ന് ഈ സിനിമയിൽ ഒരുപാട് ആനിമെ റെഫറൻസ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വളരെ അതിമനോഹരമായിരുന്നു. ഇനി ഇതിനകത്ത് വെച്ച് നമ്മുടെ ഓമയില്ലേ, ഓമയുടെ ചേട്ടനെ അങ്ങ് വെടിവെച്ച് കൊല്ലും. അതായത് ഇവൻ നമ്മുടെ പ്രകാശ് രാജിന്റെ ഓൾഡ് പാർട്ണർ മൊട്ടയുടെ മകനാണ്, അതായത് ഓമയുടെ ബ്രദർ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓമി അവരെ പിടിച്ചുകൊണ്ടുപോകുമ്പോഴത്തെ ഈ കൊച്ചിനെ വെടിവെച്ച് കൊല്ലും. അത് തന്നെ ഇവിടുത്തെ ഈ സീനെ കഴിഞ്ഞ് നേരെ സ്റ്റീഫൻ നെടുമ്പള്ളിയെ പോലെ പുള്ളി കൊടയൊക്കെ പിടിച്ച മരണ വിട്ട് കയറി ചെന്ന ഡയലോഗ്, ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ താൻ എന്നോട് ചോദിക്ക്, അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം അത് കഴിഞ്ഞത് ഇതൊന്നും പോരഞ്ഞിട്ട് ദുബായിൽ നിന്ന് വേറൊരു വില്ല വിളി. ആ ആർഡിക്സ് നിറഞ്ഞ കണ്ടെയ്നറിന്റെ മെയിൻ അവകാശി അവനാണ് അത്രയും. അതിനിടയിൽ നമ്മുടെ കടുവ കാണാനും വന്നു പോകുന്നുണ്ട്. എന്തിനാണ് ഇനി നമ്മുടെ അർജുൻ ദാസ് ഇല്ല. അർജുൻ ദാസ് നമ്മുടെ ഓജിയുടെ കൊച്ചിനെ തട്ടിക്കൊണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ അർജുൻ ദാസിന്റെ അച്ഛനെ കൊന്നത് ഈ ഓജിയാണ് അത്ര. അതായത് നമ്മുടെ പ്രകാശ് രാജിന്റെ മൂത്ത മോൻ. അന്ന് കുഞ്ഞായിരുന്ന അർജുൻ ദാസ് അത് കണ്ട് ട്രോമ അടിച്ചിരിക്കുക. അപ്പൊ ഉള്ളിൽ പക ഇവൻ എങ്ങനെയെങ്കിലും തീർക്കണം. പുള്ളി ആ വിഷയത്തിന് ശേഷമാണ് ഇന്ത്യ വിട്ട് പോയതെന്ന്. അങ്ങനെ ഓജിനെ ലോറി ഇടിപ്പിച്ച് കിടത്തി. അപ്പൊ നോക്കുമ്പോഴേ അർജുൻ ദാസിന്റെ കൂടെ ഉണ്ടായിരുന്ന ടീമെല്ലാം കൂടെ വന്ന് അവന്റെ തലയിൽ തന്നെ തോക്ക് വെച്ചിട്ട് കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയിട്ട് പറയും, നമ്മൾ നിനക്ക് വേണ്ടി ലോമയ്ക്ക് വേണ്ടിയാണ് പണിയെടുക്കണേന്ന് പറയും. എടാ മരവാഴ, ഇത്രയും നാൾ ഞാൻ മറച്ചു വെച്ച ഒരു സത്യം ഞാൻ നിന്നോട് പറയട്ടെ. നിന്റെ അച്ഛൻ മരിച്ചത് അവൻ കാരണമെന്നുമല്ല, അയാൾ നമ്മുടെ കൂടെ നിന്ന് നമ്മളെ ഉസ്തിച്ചു, ഇല്ലീഗൽ ഡ്രഗ് ബിസിനസ് ചെയ്തു, നമ്മളെ മറ്റുള്ളവർക്ക് കൂട്ടിക്കൊടുത്തു. ഇതും പറഞ്ഞൊരു വഴക്കുണ്ടായ ദിവസം അയാളെ ഒന്ന് പൂട്ടിയിട്ട് ഞാൻ വെളിയിൽ പോയപ്പോൾ കൊച്ചിലെ വെറും മരവഴയായിരുന്ന നീ അങ്ങേർക്ക് തോക്കെടുത്ത് കൊടുക്കുകയുണ്ടായി. ആ കൊടുപ്പിനിടയിൽ നിന്റെ കയ്യിൽ നിന്ന് തന്നെയാണ് ആ തോക്ക് പൊട്ടി അങ്ങേര് ചത്തത്. എന്ന് വെച്ച നീയാണ് ആ തന്തയെ കൊല്ലി. ആ കുറ്റം പാവം നമ്മുടെ പവനായി ഏറ്റെടുക്കുകയായിരുന്നു. ബോധമില്ലാത്ത നീ അങ്ങേരെ കണ്ട് തെറ്റിദ്ധരിച്ചാണ്. ഇങ്ങനൊരു മണ്ടൻ. ഇതൊന്നും കൊണ്ട് സിനിമ തീരുന്നില്ല. ഇനി ജപ്പാനിൽ നിന്ന് അങ്ങ് റിട്ടയർഡ് യക്കൂസ ലീഡർ വരികയാണ് ഓജി അന്വേഷിച്ച്. ഓജി ആണെങ്കിൽ മുകളിൽ ദോശക്കല്ല് വെച്ചൊരു തോക്കുമായിട്ട് പുകയുടെ ഇടയിൽ കൂടെ ഇറങ്ങി വരികയാണ്. എന്തിനാ സ്വന്തം പേരിങ്ങനെ വിളിച്ചു കൂവണം? ഇങ്ങനെ സ്വന്തം പേര് എപ്പോഴും പറഞ്ഞ ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു മലയാളത്തിൽ. ഗാനഭൂഷണം നെയ്യാറ്റിൻകര ഗോപൻ. എന്തായാലും ഗംഭീരിനെ കുറച്ച് സമയത്തേക്ക് അവർ പിടിച്ചിരുത്തുകയാണ്. അല്ലെങ്കിൽ ഗംഭീരയുടെ മോളെ കൊന്നുകളയെന്ന് പറയും. അത് മാത്രമല്ല, ശരിക്കും നമ്മളെ സുദീപ് നായരല്ല ഇവളെ കൊന്നത്. അന്ന് ആ ഹോസ്പിറ്റലിക്കകത്ത് നമ്മുടെ ഇമ്രാൻ ഹാഷ്മി ഉണ്ടായിരുന്നു. പുള്ളിയാണ് അത്ര അവളെ വെടിവെച്ച് കൊന്നത്. എടാ അതിപ്പോ ആര് കൊന്നാൽ എന്ത്, എല്ലാം ഒരേപോലെ അല്ലേ, അവള് ചത്തില്ലേ? എന്ത് ഡിഫറൻസ് ആണ് ഉള്ളത്? ഒരു ഡിഫറൻസും ഇല്ല. എന്തായാലും ഓമി ചാവുകയും ചെയ്യും. ദേഷ്യം വന്നിരിക്കുന്ന പുള്ളി കണ്ട. നിങ്ങൾ ഈ ഇമ്രാൻ ഹാഷ്മിയുടെ ഫൈറ്റ് സൂക്ഷിച്ച് നോക്കിക്കോണം. മുമ്പിൽ നിന്ന് കാണിക്കുമ്പോൾ അത് ഇമ്രാൻ ഹാഷ്മി, പുറകിൽ നിന്ന് മുടി നോക്കിയാൽ അത് ഏത് വെളിച്ചപ്പാടാ അത്. വീണ്ടും മുമ്പിൽ നിന്ന് ഇമ്രാൻ ഹാഷ്മി, പുറകിൽ നിന്ന് കാണിക്കുമ്പോൾ അത് വേറെ ഏതാ വെളിച്ചപ്പാട്. ൂപ്പടുമ്പോഴത്തേക്ക് ഒരു മര്യാദ വേണ്ടേ? ഇത്രയും ഡീസന്റ് ആയിട്ട് ടെക്നിക്കലി ചെയ്തെങ്കിലും കുറെ ഭാഗത്തൊക്കെ ഇതുപോലെ കുടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ അർജുൻ ദാസ് വന്ന് ഓജസ് ഗംഭീരയുടെ മക്കളെയും ടീമുകളെയൊക്കെ രക്ഷിക്കും. ശേഷമാണ് ക്ലൈമാക്സ് ഫൈറ്റ്. എല്ലാരും കൂടി ഓജസിനെ കൊല്ലാൻ നോക്കുക. മാത്രമല്ല മുംബൈയിലെ പല സ്ഥലങ്ങളിൽ അവർ ബോംബും വെച്ചിട്ടുണ്ടെന്ന്. പക്ഷെ ആ പ്ലാനും നടക്കൂലെന്ന് നമുക്കറിയാമല്ലോ. കാരണം എന്താണെന്ന് അറിയാമോ? അവിടെ നമ്മുടെ ഓജസ് ഗംഭീരയുടെ നിഞ്ച ടീം വരികയാണ് ഗൈസ്, AKA ഊഗി ആൻഡ് ദ കോക്രോച്ചസ്. പുള്ളി അങ്ങ് ജപ്പാനിലെ കിടിലാണ്, സ്വന്തമായിട്ട് കത്താനൊക്കെ ഉണ്ട്. കണ്ടാ നല്ല നീളമുള്ള വാള്. രാവിലെ ബ്രഷ് ചെയിൻ വരെ സമുറായി വാളെടുക്കാറുണ്ട് അത്രേ. പുള്ളിയുടെ ടീം പോയി ബോംബെയിൽ ബോംബ് വെക്കാൻ നടന്ന എല്ലാ ടീമുകളെയും വധിക്കും. എന്നിട്ട് തലയെല്ലാം വെട്ടി ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി ആ ജനൽ ഒഴുകി താഴോട്ട് എറിയും. അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയണ. കേട്ടറിവിനേക്കാൾ വലുതാണ്
ഇത്രയും നേരത്തെ തള്ളൊന്നും പോരാഞ്ഞിട്ട് അങ്ങ് ജപ്പാനിൽ നിന്ന് വന്ന യക്കൂസ മെമ്പർ പറയുകയാണ് ഇവ ഒറ്റയ്ക്ക് അങ്ങ് ജപ്പാനി വന്നു. പണ്ട് യക്കൂസ ടീമിൽ സാമുറൈസിനെല്ലാം കൊന്നത് കാരണം എല്ലാ യക്കൂസകളെ ഇവ ഒറ്റയ്ക്ക് തീർത്തളഞ്ഞെന്നു. അതിന്റെ വാശി തീർക്കാൻ വേണ്ടിയാണ് അവന്മാർ അവിടെ നിന്ന് വന്നത്. പക്ഷെ ആ കഥ അതൊരു മറ്റൊരു കഥയാണ് ഗൈസ്. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഈ സിനിമയിൽ ഒരുപാട് ആനിമെ റെഫറൻസ്, ജോൺ വിക്ക് റെഫറൻസ്, ഡെഡ് പൂൾ റെഫറൻസ്, KGF, റോക്കി ബായ്, എന്തിന് സ്റ്റീഫൻ നെടുമ്പള്ളി, വേണമെങ്കിൽ നമ്മുടെ രാജാതിരാജന മമ്മൂട്ടി റെഫറൻസ് വരെ ഇതിനകത്ത് നമുക്ക് കിട്ടും. കാരണം ഇത് കണ്ടു മടുത്തൊരു കഥയാണ് ഗൈസ്. ബട്ട് ദ എക്സെപ്ഷൻ ഈസ് ഈ കഥയൊക്കെ മേക്കിംഗ് സ്റ്റൈലിലൂടെയും സിനിമാറ്റോഗ്രാഫിയിലൂടെയും മ്യൂസിക്കിലൂടെയും ചെയ്താൽ ഒരു സ്വാഗുള്ള അടിപൊളി നടനമാണെങ്കിൽ ആർക്കും ഇഷ്ടപ്പെടും. ഇതിൽ എല്ലാ ഫാക്ടറും ഒരുമിച്ച് വന്നപ്പോൾ നമ്മുടെ പവനായി ശാവമായി പോയി. സോ ഗൈസ്, ഇത് എന്റെ അഭിപ്രായമാണ്. ഇതിനെ നിങ്ങളൊരു റോസ്റ്റ് ആയി കാണും. ഇതൊരു ആവറേജ് തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ഒരു സിനിമയായിരുന്നു. അതിനാൽ തന്നെ ഈ പടം തിയേറ്ററിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഇതിന്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് വിഷ്വൽ എഫക്ട്സ്. സഹോദരി കലാസ്നേഹികളെ, ഇന്ന് നമ്മൾ നെപ്പോ ഓട്ടിസമാണ് വറക്കാൻ എടുത്തിരിക്കുന്നത്. സാക്ഷാൽ തേക്കപ്പെട്ട സുന്ദരിയുടെ സഹോദരിയും തേക്കപ്പെട്ട സുന്ദരി ദാമോദരം പിള്ളை, സെയ്ഫ് അലമ്പക്കാന്റെ മകനും സർവോപരി അഭിനയിച്ച് മുടിപ്പിച്ച രണ്ടുപേരും ബ്രെയിൻ ഡെഡ് ആയിട്ട് അഭിനയിക്കാൻ മിടുക്കരാണ്. കുടുംബത്തിലുള്ള എല്ലാ പാഴ്വിത്തുകളെയും പറിച്ചു നടാൻ പറ്റിയൊരു സ്ഥലമാണല്ലോ നിനക്കൊക്കെ സിനിമ. ശരി, നമ്മൾ സിനിമയിലേക്ക് കടക്കുകയാണെങ്കിൽ വളരെ റിച്ചായ നായികയുടെയും വളരെ റിച്ചായ അപ്പൂപ്പനെയും അതിനേക്കാൾ റിച്ചായ ഒരു കോളേജും കാണിച്ചാണ് ഇത് പള്ളിക്കൂടത്തിൽ വരുന്ന ലുക്കാണ്. ഇവരെല്ലാം +2 പഠിക്കുന്ന പിള്ളേരാണ് ഗൈസ്. ഭയങ്കര സ്വാതന്ത്ര്യമുള്ള ഒരു സ്കൂളാണ്. അവിടെ സദാചാര കളിയുടെ ആവശ്യമില്ല. നിങ്ങൾക്ക് അവിടെ എന്തും ചെയ്യാം. ഐ മീൻ എന്തും. ഇനി ഇത് അവിടുത്തെ പ്രിൻസിപ്പൾ ആണ്. പുള്ളിക്കാരി ചില സമയങ്ങളിൽ ഇങ്ങനെ കോഡ് ഭാഷയിലൊക്കെ സംസാരിച്ചു കളയും. കണ്ട എല്ലാരെയും വെച്ചാൽ ലെറ്റ്സ് റോക്ക് ഇറ്റ്. ഇനി നമ്മുടെ നായികയ്ക്ക് 2 കൂട്ടുകാരികളുണ്ട്. ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്കയോ അരക്കും പോലെ ഒരുമിച്ച് വളർന്നവരാണ്. അത്രമേൽ ദൃഢമായ ഒരു ബന്ധമാണ് അവർക്കുള്ളത്. പക്ഷേ സ്കൂളിൽ വെച്ച് അതിലൊരുത്തിയുടെ ക്രഷ് ഇവളെ പുറകെ നടക്കണം എന്ന് അറിഞ്ഞപ്പോഴേ അവർ ഇവളെടുത്തങ്ങ് പിണങ്ങി ഇവളങ്ങ് വേണ്ട നോക്കി. ഇവനാണെങ്കിൽ ആളൊരു കോഴിയാണ്. ഇവനാ പഞ്ചത്തിലുള്ള എല്ലാവരും വേണം. ഇവളിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് നമ്മൾ തമ്മിൽ ഒന്നുമില്ല എന്ന്. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും ആത്മാർത്ഥ സുഹൃത്തുക്കൾ അവളെ വിശ്വസിക്കൂല എന്ന്. അത് ശരി, ഇത് അഭിനയിച്ചതാണ്. കോൺസ്റ്റിപ്പേഷൻ വരുമ്പോ കക്കൂസിരുന്ന് ഇത് കാണിച്ച കറക്റ്റ് ആയിരിക്കും. गुड लुकिंग, ही इज फनी और स्मार्ट तो इतना कि हर साल KBC जीत सकता. പ്ലാസ്റ്റിക് സർജറി, ബട്ടക്സ് ലിഫ്റ്റ്, ലിപ് ഫില്ലിംഗ്, ജാർ റീപ്ലേസിംഗ്, ജെനറ്റിക് മോഡിഫിക്കേഷൻ ഒക്കെ മുന്നേ ഇവാളെ എങ്ങനെയാണ് കാണാതിരുന്നെന്ന് അറിയാമോ? സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ പേരും പറഞ്ഞ് ഇവളുടെ കൂട്ടുകാരിൽ തമ്മിൽ പിണങ്ങി പോകാതിരിക്കാൻ അവൾ ഒരു കള്ളം പറയുകയാണ്. അവൾക്ക് ഓൾറെഡി ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്. അത് അവൾ ആരോടും പറഞ്ഞില്ല എന്നാണ്. ബട്ട് അത് അവർ വിശ്വസിക്കാതെ ഇങ്ങ് പോകുകയാണ്. അന്ന് മുതൽ അവൾ തുടങ്ങുകയാണ്. ഗുഡ് ലുക്കിംഗ്, ആര്യൻ ജീനുള്ള, പൂച്ച കണ്ണുള്ള, 6 പാക്ക് ഉള്ള, ഇന്റലിജന്റ്, സ്മാർട്ട് ആൻഡ് ആൾസോ ഹാൻസം. അങ്ങനെ ഒരു പയ്യനെ എങ്ങനെയെങ്കിലും കണ്ടെത്തി തന്റെ ബോയ് ഫ്രണ്ട് ആയിട്ട് അഭിനയിപ്പിക്കാൻ. അങ്ങനെയുള്ളൊരു പയ്യനെ ഈ പഞ്ചായത്തിലുള്ളൂ. ഓൺ മിസ്റ്റർ പെരേര. അപ്പൊ നമ്മുടെ നായകന്റെ എൻട്രിയാണ്. പുള്ളി ഒരു നാഷണൽ ലെവൽ സ്വിമ്മർ ആണ്. മാത്രവുമല്ല അവൾ ആഗ്രഹിക്കുന്ന ഒരു ബോയ് ഫ്രണ്ടിൽ ഉണ്ടാവേണ്ട എല്ലാ ക്വാളിറ്റിയും അടങ്ങിയ ഒരു നെപ്പോ കൂടിയാണ്. ബ്രോ ഈസ് നൺ അതർ ദാൻ ആർട്ടിഫിഷ്യലി ഇന്റലിജന്റ് ജനറേറ്റഡ് സെയ്ഫ് അലി ഖാൻ. ഇനി ഇവനെ കുറിച്ച് പറയുകയാണെങ്കിൽ അച്ഛന്റെയും അമ്മയുടെയും വാത്സല്യപുത്രൻ, സുന്ദരൻ, സുമുഖൻ, സർവോപരി സെയ്ഫ് അലംബഖാന്റെ മകൻ. ഇനി നമ്മുടെ സെയ്ഫ് അലി ഖാന്റെ മകനുണ്ടല്ലോ ഗൈസ്, അവൻ ആ കോളേജിലെ ലേറ്റ് എൻട്രി ആണ്. അവനൊരു ഇന്റർനാഷണൽ തർക്കിയാണ്. ഐ മീൻ ഇന്റർനാഷണൽ ഡിബേറ്റ് മത്സരങ്ങളിലേക്ക് പോകുന്നവൻ. ഇവനൊരു വിഷയം കൊടുത്ത് അവനൊരു പ്രത്യേക രീതിയിലാണ് തർക്കിക്കുന്നത്. നാട്ടിലെ അയൽപക്കത്തെ ചേച്ചിമാരെ തർക്കിച്ച് അവസാനം തോക്കാറാകുമ്പോ ഒരു പരിപാടി കാണിക്കൂലേ, അതന്നെ. അതിന്റെ ഒരു മോഡേൺ വെർഷനാണ് അളിയൻ കാണിക്കണ. അത് തന്നെ ഗൈസ്, ഇവൻ മുണ്ടോക്കി കാണിക്കും. തർക്കത്തിന്റെ ഇടയിൽ അവന്റെ 6 പാക്ക് കണ്ട ആൾക്കാർ തറച്ചു നിൽക്കുമ്പോ അവ അങ്ങ് ജയിക്കുമെന്ന്. ഇതാരടാ ഇങ്ങനത്തെ പടങ്ങളൊക്കെ ഉണ്ടാക്കി വിടണ? അങ്ങനെ പറ. ഈ പീക്ക് നെപ്പോ കിഡ്സിനെ കുറിച്ച് സിനിമ എടുക്കണ അണ്ണല്ലേ ഉള്ളു. കാരണം അണ്ണന്റെ കടയുടെ പേര് ധർമാറ്റിക് പ്രൊഡക്ഷൻസ് മാറ്റി ട്രോമാറ്റിക് പ്രൊഡക്ഷൻസ് എന്നൊരു ആക്ക്. ഈ അടുത്തിറങ്ങിയ പടം എല്ലാ ആൾക്കാരൊക്കെ ട്രോമ കൊടുക്കണേണ്. മീൻവെൽ നമ്മുടെ നായിക അപ്പോൾ തന്നെ നമ്മുടെ നായികനെ കണ്ടുപിടിക്കുകയാണ്. കണ്ടതും അപ്പൊ തന്നെ ഇവൻ അങ്ങ് സെലക്ട് ചെയ്യും. എടാ ഈ 6 പാക്കിൽ എന്താടാ ഇരിക്കണ? നിന്നെയൊക്കെ കാരണം നമ്മൾ ഈ പാവങ്ങൾക്ക് ചോറ് എന്ന് ജീവിക്കാൻ പറ്റാത്ത, ചോറ് എന്ന വയറിറങ്ങുന്നുള്ള വിശ്വാസമായി പോയി. അല്ലെങ്കിൽ നമ്മൾ കേരളത്തിലെ ആമ്പിള്ളേർക്ക് എന്തിനാണ് 6 പാക്ക്? അങ്ങനെ ഇവൾ അവന്റെ പുറകെ നടക്കുകയാണ് അവനെ കൺവിൻസ് ചെയ്യാൻ. അവൾ ഈ ഒറ്റ സെന്റൻസിൽ എത്ര പ്ലീസ് പറഞ്ഞു എന്ന് കണ്ടെത്തുന്നവർക്ക് 10 ലക്ഷം രൂപ 10 പേർക്ക് കണ്ടെത്തുന്നവർക്ക്
കണ്ടെത്തുന്നവർക്കും ഒന്നുമില്ല. നിങ്ങൾ കണ്ടെത്തിയില്ലേ? സന്തോഷം. So guys, എന്താണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നായിക അവനോട് പറയുകയാണ് എന്താണ് ഞാനൊരു ബോയ് ഫ്രണ്ടിനെ ഹയർ ചെയ്യാനുള്ള കാരണമെന്ന്. നായിക കുഞ്ഞിലെ തന്നെ ഒരു ഒറ്റപ്പെട്ട കുട്ടിയായിരുന്നു. നമ്മുടെ സുനിൽ ഷെട്ടിയാണ് അവളുടെ തന്ത. മറ്റത് അമ്മയുടെ പേരെനിക്ക് അറിഞ്ഞൂടാ. അവർക്ക് വേണ്ടിയിരുന്നത് ഒരു ആൺകുട്ടിയാണ്, പക്ഷെ ഉണ്ടായത് ഒരു പെൺകുട്ടിയും. ആ ഒരു ദുഃഖം കാരണം അങ്ങേർക്ക് അവീതമൊക്കെ ഉണ്ടാവുകയാണ്. ഒരു ആൺകുട്ടിയെ കൊടുക്കാത്ത ഭാര്യനെ അവന് വേണ്ടത്രേ. ബട്ട് ചൈൽഡ്ഹുഡ് മുതൽ അവളുടെ താങ്ങും തണലുമായി നിൽക്കുന്നത് ഈ രണ്ട് കൂട്ടുകാരികളാണ്. ഒരു ദിവസം അവൾ ഒരു റീൽ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു തുണ്ട് ഫോട്ടോ അവളുടെ മൊബൈലിലേക്ക് വരികയാണ്. അത് ആരാണെന്ന് വെച്ചാൽ ഈ രണ്ടു പേരിൽ ഒരാളുടെ ക്രഷ്. നമ്മൾ ആദ്യം കണ്ടില്ലേ ഒരു പയ്യൻ കാരണം ഇവർ പിണങ്ങുന്നതൊക്കെ, അതേ പയ്യൻ. അവ ഇങ്ങനെ രാത്രി ആകാശത്ത് റോക്കറ്റ് പോണെന്നൊക്കെ നോക്കിയിരിക്കുമ്പോൾ ഇവക്ക് ഒരു തുണിയില്ലാത്ത ഫോട്ടോ അയച്ചു കൊടുക്കും. പക്ഷെ ഇവളതിനൊന്നും റെസ്പോണ്ട് ചെയ്യൂല. ഇവള് പറയും ഞാൻ അവനുമായിട്ട് ഒരു ബന്ധമില്ല, നിങ്ങൾ എന്നെ വിശ്വസിക്കണം. അപ്പൊ അവര് പറയും എന്നാ പിന്നെ നീ അവനെ ബ്ലോക്ക് ചെയ്യാത്ത എന്ത്? അതൊരു ന്യായമായ ചോദ്യമാണ്. പക്ഷെ അവൾക്ക് അതിന് ഉത്തരം ഉണ്ടായിരുന്നില്ല. എന്തല്ലേ എന്തൊക്കെ പ്രോബ്ലമാണ്, റിച്ച് കിഡ് പ്രോബ്ലംസ്. ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സെയ്ഫ് അലംബുഖാന്റെ മകൻ കൺവിൻസ് ആകുന്നില്ല. ഒടുവിൽ അവൾ പറയും 10,000 രൂപ വെച്ച് നിനക്ക് ഞാൻ ആഴ്ചയിൽ അങ്ങ് തരും. അപ്പൊ അവൻ പറയും ശരി അങ്ങനെയാണെങ്കിൽ നീ 25,000 താ. 32 പല്ലും അങ്ങനെ 25,000 രൂപയ്ക്ക് അവർ ആ ഡീൽ ഉറപ്പിക്കുകയാണ്. പിന്നെ അവർ ഇൻസ്റ്റഗ്രാമിൽ ഇവന് വെച്ചൊരു ഫോട്ടോ എടുപ്പ് മയോ. चेहरा छुपाओ. അങ്ങനെ അവൾ മുഖം കാണിക്കാത്ത ബോയ് ഫ്രണ്ടിനെ ഒരു കാറ്ററിംഗ് വർക്കിന് കൊണ്ടുപോയി. അല്ല ഗൈസ് സോറി, അവളുടെ ബർത്ത്ഡേ ഫംഗ്ഷന്റെ അന്ന് അവനെ എല്ലാവരും മുന്നിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അങ്ങനെ ബോയ് ഫ്രണ്ടിനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണ് ഗൈസ്. പുള്ളി നാഷണൽ ലെവൽ സ്വിമ്മർ ആണെന്നും മാത്രമല്ല ഇന്റർനാഷണൽ ലെവൽ തർക്കിയാണെന്നും ലോക തർക്ക പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം കിട്ടി നിൽക്കുന്നവനുമാണെന്നൊക്കെ പറഞ്ഞ് തള്ളുമ്പോൾ എല്ലാവർക്കും അവനെ അങ്ങ് ബോധിക്കുകയാണ്. ബട്ട് there is a problem. ആര് പറഞ്ഞ ഇതാ കാണ്. പെണ്ണിന്റെ പുഞ്ചിരി കണ്ട് ലെട്ടുപൊട്ടിയേ, പെണ്ണിന്റെ നുണക്കുഴി കണ്ട് ലെട്ടുപൊട്ടിയേ, പെണ്ണിന്റെ ബട്ട് ഗൈസ് സംഭവം ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവളുടെ അമ്മ വന്ന് ഇവനെ അങ്ങ് നാണം കെടുത്തുകയാണ്. സംഭവം വേറെ ഒന്നുമല്ല ഗൈസ്, ഇവർ ഭയങ്കര റിച്ച് ഫാമിലി ആണല്ലോ. ഇവൻ വെറും ലോക്കൽ ആണെന്ന്, അത്ര റിച്ച് ഒന്നുമല്ല. ഇവന്റെ അച്ഛൻ വെറും ഡോക്ടറും അമ്മ വെറും ടീച്ചറും ആണത്രേ. അതിനാൽ അവർ റിച്ചുമല്ല, കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവരുമല്ല. അല്ല ഞാൻ ചോദിക്കുകയാണ്, നിനക്കൊക്കെ ഡോക്ടറും ടീച്ചറും ഒക്കെ അത്ര കുറവുള്ളവരായി പോയടാ. ഈ ഭൂലോകത്ത് ഏതെങ്കിലും പാവപ്പെട്ട ഡോക്ടറെ നിനക്കൊക്കെ കാണിച്ചു തരാൻ പറ്റുവാടാ? ഡോക്ടർമാർ ഓടിച്ച വണ്ടി വരെ റിച്ച് ആണ്. എന്തായാലും ഇവൾ സോറിയൊക്കെ ചോദിച്ചു നിൽക്കുമ്പോൾ നമ്മുടെ സുനിൽ ഷെട്ടി അവിടെ വരികയാണ് ഗൈസ്. പുള്ളി ആളൊരു നിസ്സാര മനുഷ്യനാണ്. അവരെ ഡിന്നറിനെ അവരുടെ വീട്ടിലേക്കൊക്കെ ക്ഷണിക്കുകയാണ്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് കൂടുതലായിട്ടും കുറച്ച് ആഴത്തിൽ ആൾക്കാരെ ഇത് വിശ്വസിപ്പിക്കാനായി അവർ നാടകം ഒന്നുകൂടി സ്ട്രോങ് ആക്കുകയാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഡിന്നർ കഴിക്കാനായി അവന്റെ വീട്ടിൽ വിളിച്ചു വരുത്തിയില്ലേ. എന്നിട്ട് അവന്റെ പ്ലേറ്റിലേക്ക് അവർ കുറച്ച് വിരകളെ വെച്ച് ചുരുട്ടിയിട്ട് അതെടുത്ത് തിന്നാൻ പറയും. അതെന്തിനാ അത് പുഴുവാ? ബ്ലാക്ക് നൂഡിൽസ് ആണോ അതോ മറ്റു ഭൂകിമ തിന്നണ സാധനവും? ഈ പണക്കാരുടെയൊക്കെ ഓരോ പത്രാസേ. ഇനി നായികയുടെ അച്ഛനും അമ്മയും തമ്മിൽ വേർപിരിഞ്ഞ് കഴിയുകയാണ് ഗൈസ്. സംഭവം എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു ആൺകുട്ടിയായിരുന്നു വേണ്ടതെന്ന് ഞാൻ പറഞ്ഞില്ല. ഒരു പെൺകുട്ടിയെ കിട്ടിയത് കൊണ്ട് അവർ അത്ര തൃപ്തരല്ല. അക്കാരണത്താൽ തന്നെ അവർ രണ്ടുപേരും സെപ്പറേറ്റഡ് ആണ്. പുള്ളിക്കാണെങ്കിൽ 3-4 ഭാര്യമാരും വേറെ, 3-4 വേറെയും ഉണ്ട് ഒരു സെറ്റപ്പ്. അവരെ ഖാന്താനെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ലോയർ ഫാമിലിയാണ്. ഇവ ഇന്റർനാഷണൽ ഡിബേറ്റിലൊക്കെ പങ്കെടുക്കുമെന്ന് അറിഞ്ഞപ്പോൾ ആകെ ഇംപ്രസ് ആയിരിക്കുകയാണ്. അപ്പൊ ആ സദസ്സിൽ ഇവൻ അങ്ങോട്ട് പറയും നിങ്ങളെ മോള അത്ര കുറച്ചെന്ന് നിങ്ങൾ കാണണം, അവളെ പറ്റി 2 വാക്ക് ഞാൻ പറഞ്ഞോട്ടെ. അതെന്താണ് അവൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളും വലിയ തർക്കിയാണ്, നിങ്ങൾക്ക് അവളെ പറ്റി അറിഞ്ഞോടാൻ മേലാത്തോണ്ടാണ്. ഇത് കേട്ടതും വർഷങ്ങളായിട്ട് പരസ്പരം വേർപിരിഞ്ഞ് കഴിഞ്ഞിരുന്ന ഇവർ രണ്ടുപേരും കൂടി അങ്ങ് ഒന്നിക്കുകയാണ് ഗൈസ്. അതെങ്ങനെയാടാ അത്? വർഷങ്ങളായിട്ട് 2 വഴിക്ക് കഴിയുന്നവരെ മോള് വലിയ തർക്കിയാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ഒരുമിക്കാൻ തീരുമാനിച്ച. ഇനി ഗൈസ് നമ്മുടെ സെയ്ഫ് അലംബുഖാന്റെ മകന് കുറച്ച് എയിംസ് ഒക്കെ ഉണ്ട് ലൈഫിൽ. പുള്ളിക്ക് വലിയ സെറ്റപ്പ് ആണെന്നാണ് ആഗ്രഹം. ഇങ്ങനെ പഠിച്ച് വലിയ ആളായി ലണ്ടനിലൊക്കെ പോയി അവസാനം ഒരു വലിയ ആപ്പ് കണ്ടുപിടിക്കണമെന്ന്, പിന്നെ ഒളിമ്പിക്സിൽ പോയി മെഡലും വാങ്ങണം. ഇനി ആപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് ലോയേഴ്സിനെ കിട്ടാനായിട്ട് ഒരു ആപ്പ്. ആ ഒരൊറ്റ ആപ്പ് ഉപയോഗിച്ച് ലോകത്തുള്ള എല്ലാവർക്കും എവിടെ നിന്നും ലോയേഴ്സിനെ ഒപ്പിക്കാൻ പറ്റും. നല്ല ആപ്പ്, വല്ലാത്തൊരു ആപ്പ്. ഈ ആപ്പ് കണ്ടുപിടിച്ചിട്ട് അത് ഗൂഗിളിന് കോടിക്കണക്കിന് രൂപയ്ക്ക് വിൽക്കണമെന്ന്. പിന്നീട് മോനെ സുന്ദർപ്പിച്ച നിന്റെ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. അല്ല അച്ഛന്റെ ഫ്രണ്ട് ഒന്നുമില്ല, നീ പറഞ്ഞത് അവന്മാരെ ആപ്പ് അങ്ങ് മേടിക്കാനായിട്ട്. എവളെന്തിനീ മുഖം ഇട്ടിങ്ങനെ ഒരക്കണേ എന്തോ. യവനാണെങ്കിൽ പിന്നെ പറയേ വേണ്ട. ബ്രോ ട്രൈങ് ടു ലുക്ക് കൂൾ ബട്ട് ലുക്സ് വെരി മച്ച് ഫൂൾ. ഫസ്റ്റ് പടത്തിൽ തന്നെ 2 റിട്ടയർഡ് ആക്കാതെ പിന്നെ ഇവർക്കൊക്കെ 6 പടം കൊടുക്കണ. ഓ 2 കൂടെ നിന്ന് അഭിനയിച്ച് തകർക്ക തന്നെ. അരെ വാ, റിസർവ്ഡ് നെപ്പോ കിഡ്സ്, റെസ്റ്റ് ഇൻ പീസ്. ഓ ഈ പ്രിൻസിപ്പൾ പിന്നെയും വന്ന 2025 സിനിമയിലെ 2005 സ്വഭാവം കാണിക്കണ ഒരു പെണ്ണും പിള്ള. WTF എന്ന് വെച്ചാൽ വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ. എന്റെ അറിവിൽ അത് വാട്ട്
എന്തായാലും ഗൈസ് നമ്മുടെ നായകന് തർക്കം കാരണം UK പോകാൻ സ്കോളർഷിപ്പ് കിട്ടുകയാണ്. അങ്ങനെ ആ സന്തോഷത്തിലൊക്കെ ഇരുന്ന് അവളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് അവളുടെ വീട്ടിലേക്ക് അവൻ പോകുകയാണ്. അവിടെ വെച്ച് ഓഫ് കോഴ്സ് ഒരു പാട്ട്. അതിനിടയിൽ അവിടെ ഒരു ട്വിസ്റ്റ് നടക്കുകയാണ് ഗൈസ്. ഫോട്ടോ വാങ്ങാനേ അച്ഛന്റെ ഫോൺ എടുത്ത് നോക്കിയ മകൾ ഞെട്ടുകയാണ്. അച്ഛന് ആവിഹിതത്തിൽ ഒരു കൂട്ടി. ഇടക്കിടക്ക് ഷാരോത്ത മാവിലെ ചക്ക വിളഞ്ഞെന്നും പറഞ്ഞ് നോക്കാൻ പോണ ഇങ്ങനെ ഇതിനായിരുന്നല്ലേ. താനൂർ ചക്കദിനം ചെന്നപ്പോ ചക്കയെല്ലാം തമ്പാനൂർക്ക് പോയി. പിന്നെ അവിടെ ഒരു വലിയ കലാപം തന്നെ നടക്കുകയാണ് ഗൈസ്. ഭാര്യയും ഭർത്താവും തമ്മിൽ പൊരിഞ്ഞ വഴക്ക്. Perverted fucking moron, fucking beast. അങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നിടയിൽ ഇവൻ കടന്നു വരികയാണ്. നേരത്തെ ഡാൻസ് കളിച്ചവൻ ഇവളുടെ ഫാമിലി ഫ്രണ്ട് ആണ്. പക്ഷെ അവൻ ഇവളുടെ ഒരു ചെറിയ ക്രഷ് ഒക്കെ ഉണ്ട്. വീട്ടിൽ നടക്കുന്ന വിഷയങ്ങളൊക്കെ അറിഞ്ഞ് അവർ റോട്ടിൽ പോയി ഒന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ ഏതോ ഒരുത്ത് അത് ഫോട്ടോ എടുത്ത് വൈറലാക്കും. അവനാണെങ്കിൽ തർക്ക മത്സരത്തിൽ പോയിരിക്കും. ആ ഫോട്ടോ കണ്ട് ട്രോമ അടിച്ച് അവൻ സെക്കൻഡ് പ്ലേസിലോട്ട് തള്ളപ്പെടുകയാണ് ഗൈസ്. തർക്കത്തിൽ തോറ്റു വന്ന അവനെ ഇവൾ കണ്ടെത്തി സോറിയൊക്കെ പറയാൻ ശ്രമിക്കുമെങ്കിലും അവന്റെ പിടിവിട്ടാവുള്ള സത്യമൊക്കെ വിളിച്ച് പറയണം. അതായത് 25,000 കൊടുത്ത് ഇവൾ ഇവന്റെ ബോയ് ഫ്രണ്ട് ആവാൻ വേണ്ടി ഹയർ ചെയ്തതാണെന്നും ഈ കാണിച്ചതൊക്കെ വളരെ വലിയ നാടകമാണെന്നൊക്കെ പറഞ്ഞ് അവ അവിടെ കിടന്ന് മൊത്തം അലമ്പാക്കും. മാത്രമല്ല അവൻ വീട്ടിൽ പോയിട്ട് അമ്മയുടെ അടുത്തും അച്ഛന്റെ അടുത്തും ഒക്കെ ഫുൾ ഉടക്കാണ്. നിനക്കെന്താ വയ്യ, അച്ഛൻ റെഫർ ചെയ്യാ. അങ്ങനെ പിടിവിട്ട മോന് അച്ഛൻ ഒരു ഉപദേശം കൊടുക്കുകയാണ്. തനിക്ക് പറ്റിയത് ഒരു വലിയ തെറ്റിദ്ധാരണയാണെന്നും അവളുടെ അച്ഛനും അമ്മയും തമ്മിൽ ഡിവോഴ്സ് ആവാനൊക്കെ നിൽക്കുകയാണെന്നൊക്കെ പ്രിൻസിപ്പൾ വന്ന് പറയുകയാണ്. അതോടുകൂടി അവിടുന്ന് 6:60 ഇറങ്ങി ഓടി അവൻ നേരെ പോയി അവളെ കണ്ട് ഒരൊറ്റ ഡയലോഗ്. അതോടെ അവൾ ഫ്ലാറ്റ്. പിന്നെ പറഞ്ഞല്ലോ തെറ്റിദ്ധാരണകൾ മാറി അവർ വീണ്ടും ഒന്നിക്കുകയാണ് ഗൈസ്. അമ്മയായ സെയ്ഫ് അലി ഖാന്റെ കുടുംബത്തിൽ ഒരു ചെറുത് ഇനിയും വളർന്നു വരുന്നുണ്ട്. എന്തായാലും അത് സിനിമ വരുമ്പോഴത്തേക്കും 10-15 വർഷം എടുക്കും. ആ സമയം കൊണ്ട് ഞാനൊക്കെ ചത്ത് മണ്ണടിക്കും. ഈ പടമൊക്കെ സിനിമ തിയേറ്ററിരുന്ന് കണ്ടവരുടെ ആത്മാവ് പൊക്കിൾ വഴി ഇറങ്ങി ഓടിക്കാണും. ഈ പടമൊക്കെ കണ്ട് കുണം മാറിയ ആരോണ് സെയ്ഫ് അലി ഖാനെ ഇവനെ പോലത്തെ ഒരുത്തിനെ ഉണ്ടാക്കി വിട്ടെന്നും പറഞ്ഞ് വീട്ടിൽ കയറി പിച്ചാത്തിക്ക് കുത്തിയത്. അവൻ തന്നെ അങ്ങനെ കാര്യം. എന്തായാലും പൈസയെ കൊണ്ടല്ല, വല്ല പോളിടെക്നിക്കിലാ പോയി അഭിനയൊക്കെ പഠിച്ചിട്ട് വാടേ. അപ്പൊ നമ്മ പ്രേക്ഷകർ നിങ്ങളൊക്കെ അംഗീകരിക്കണോ വേണ്ടത് തീരുമാനിക്കും. അല്ല സ്വയം പ്രഖ്യാപിത ലേഡി സൂപ്പർ സ്റ്റാറുകളുള്ള നമ്മുടെ ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഫിലിം ഇൻഡസ്ട്രിയിലെ കഴിവും സാമർഥ്യവും സൗന്ദര്യവും കൊണ്ട് ഏവരാലും അംഗീകരിക്കപ്പെട്ട ഒരേ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ ആണ്. അല്ല ഇത് എവിടെയായിരുന്നു? മര്യാദയ്ക്ക് ബാഹുബലിക്ക് ശേഷം ഒരു ബാക്ക്ഗ്രൗണ്ട് ഡാൻസർ ആയിട്ട് പോലും എവിടെയും കണ്ടില്ലല്ലോ. എനിവേ ഗൈസ്, നമ്മുടെ അനുഷ്ക ഷെട്ടിയുടെ കഞ്ചാവ് കൊണ്ട് വിളയാടിയ ഘാട്ടി എന്ന സിനിമയാണ് നമ്മൾ ഇന്ന് വറക്കാൻ എടുത്തിരിക്കുന്നത്. സോ പടം ആരംഭിക്കുമ്പോൾ കഞ്ചാവ് കൃഷിയും അത് കടത്തിലും ഒരു തൊഴിലായി കാണുന്ന ഒരു വിഭാഗം മനുഷ്യരെ കാണിച്ചാണ്. അവരെ ഘാട്ടികൾ എന്നാണ് അറിയപ്പെടുന്നത്. കാടും മലയും പുഴയും കിടന്നവർ ഡ്രഗ് മാഫിയക്ക് കഞ്ചാവ് കൊണ്ടെത്തിക്കും. ഇവർ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് കഞ്ചാവ് കൊണ്ട് എത്തിക്കുമ്പോ സ്കൂളിലെ കൊച്ചു പിള്ളേര് വരെ പ്രോ ലെവൽ സ്മോക്കർമാരാണെന്ന് അവിടെ. അങ്ങനെ ഇരിക്കെ നമ്മുടെ ഡാഡി ഗിരിജയും ടീമും കൂടി ഒരു പ്രത്യേക തരം ലായനി പിടിക്കുകയാണ് ഗൈസ്. അതെ ഗൈസ്, കഞ്ചാവിന്റെ ഹൈ THC കണ്ടന്റ് കൂട്ടി അത് ദ്രാവക രൂപത്തിലാക്കി ബ്രേക്കിംഗ് ബാഡ് കളിക്കുന്ന പുതിയ അണ്ണന്മാർ ഇറങ്ങിയിരിക്കുകയാണ് പട്ടണത്തിൽ. ഇവരെ നോക്കി വെച്ചോ, മധ്യത്തിൽ മൈസൂർ പാവയെ പോലെ നിൽക്കുന്ന ആ മനുഷ്യനും വലതുവശത്ത് കോടാലി പോലെ ഷട്ടിൽ ബാറ്റ് പിടിച്ച ആ അണ്ണനും വിക്ടോറിയ സീക്രട്ടിലെ ഷഡ്ഡി പരസ്യത്തിൽ വരുന്ന ഈ ചേച്ചിയുമാണ് ഇവിടുത്തെ മെയിൻ ഡ്രഗ് കാർട്ടൽസിലെ ടീമുകൾ. ഇനി ഇതാരാണെന്നും ഇദ്ദേഹത്തിന്റെ റോൾ എന്താണെന്ന് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. ആ മുഖത്തെ കുണ്ടിതം കണ്ട അറിഞ്ഞൂടി അങ്ങനെ ഒരു വഞ്ചകനാണെന്ന്. ഇനി ഗൈസ്, നേരത്തെ കാണിച്ച ആ ബോസുകളല്ലാതെ ഈ നാട്ടിൽ നിന്ന് ഡയറക്റ്റ് കഞ്ചാവ് വാങ്ങിച്ച് അത് മറ്റുള്ളവർക്ക് മറിച്ചടിക്കണോ മരണം ദാ ഇവനും ദേണ്ട അവന്റെ ചേട്ടനായ ദിവനും. ദിവൻ എന്ന് പറയുമ്പോൾ ഈ കിളവനല്ല, ഈ കിളവന്റെ മകനും ടീമുമാണ്. ഇവരറിയത് ഓയിൽ രൂപത്തിൽ കഞ്ചാവ് കടത്തണം എന്ന് പറയാൻ തെറ്റിദ്ധരിച്ച് ചുമ്മാ വെടിവെച്ചൊക്കെ കൊല്ലുമെന്ന്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ നായിക അനുഷ്ക ഷെട്ടി. നായിക ഒരു ബസ്സിലെ കണ്ടക്ടറാണ്. നമ്മുടെ നായികയുടെ ഒരു വലിയ പ്രത്യേകത ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് കോരിത്തരിക്കും. വേറൊന്നുമല്ല, സത്യമായിട്ട് ഇതിലെ നായിക ആണ് ഗൈസ്. നിങ്ങൾ ആ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. മനസ്സിലായില്ല? വ്യക്തമായില്ല? ഈ സൈഡ് ഷോട്ട് നോക്കൂ. അമ്മയാണ് ഗൈസ് ഈ സിനിമയില് അനുഷ്കയുടെ മുഖം മൊത്തം വെച്ച് ചുളുക്കൊക്കെ മാറ്റിയിരിക്കണം. ഒരുമാതിരി ഇല്ലാത്ത 6 പാക്ക് സൽമാക്കാൻ വെക്കണ കണക്ക്. ഒരു പടത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിലൊക്കെ ചിലപ്പോ DAGന് വേണ്ടി നമ്മൾ ഉപയോഗിക്കും. ഇതിപ്പോ സിനിമയിലെ അനുഷ്ക മൊത്തത്തിൽ അമ്മേ റോബോട്ട് അല്ലേ തന്നെ. നിങ്ങൾ ആ മുഖത്തോട് നോക്കിയാണ് ഇങ്ങനെയാണ് അനുഷ്ക ഇരിക്കണ. ഓക്കെ, ഇത് അനുഷ്കയൊന്നും അല്ല. 6 അടി പൊക്കമുള്ള ഏതാ പയ്യനെ പിടിച്ചോണ്ട് ഒന്ന് വിഗും വെച്ച് കൊടുത്ത് അനുഷ്കയെ പോലെ മുഖം എഡിറ്റ് ചെയ്ത് വെച്ചേക്കണ്. തലയെ കൂടി വെള്ളം ഒഴിച്ച് 2 കുലുക്കുലിക്ക് മുഖത്ത് ഇലക്ട്രിസിറ്റി പായാണ് കാണാം. അമ്മയുടെ റോബോട്ട് എന്ന് ഇപ്പോഴും നിങ്ങൾക്ക് വിശ്വാസം അല്ലെങ്കിൽ ഇതൊന്ന് നോക്കൂ. ഇത് അനുഷ്കെ, ഇത് വെള്ളി മൂങ്ങ. ആ മുഖവും ചുണ്ടും പല്ലും കണ്ണും ഒക്കെ നിങ്ങളൊന്ന് നോക്കിയാണ്.
മുഖം നോക്കടേ മപ്പാസ് ഉണ്ടാക്കിയാണൊക്കെ ഇരിക്കണല്ലേ. അനുഷ്കയൊന്നുമല്ല, ഇത് ജാർവിസ് ആണ്, ജാർവിസ്. തിയേറ്ററിൽ അനുഷ്കയെ കാണാമെന്ന് പറഞ്ഞ് ചെന്നവരൊക്കെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനെ കാണിച്ച് പറ്റിച്ച്. ശരി, അതങ്ങനെ നിൽക്കട്ടെ. ഇനി നമുക്ക് കഥയിലേക്ക് കിടക്കാം. പ്രഭുവിന്റെ മകനാണ് ഈ സിനിമയിലെ നായകൻ. ഇവരെല്ലാരും കൂടി വലിയ റിസ്ക് എടുത്താണ് പ്രീമിയം ക്വാളിറ്റി നീലച്ചടയം വളർത്തി അത് അവിടെ നിന്ന് കടത്തിക്കൊണ്ടുവന്ന് ഈ ഡ്രഗ് കാർട്ടലിനൊക്കെ കൊടുക്കുന്നത്. പക്ഷെ ഒരവസരത്തിൽ ഒരു പോലീസ് റെയ്ഡിന്റെ ഭാഗമായി ഇവരെ പോലീസ് പിടിക്കുന്നുണ്ട്. അന്നുണ്ടായ ആ പോലീസ് റെയ്ഡിൽ നമ്മുടെ നായകന്റെ അച്ഛൻ തട്ടിപ്പോകും. ഇവർ രണ്ടുപേരെയും പോലീസ് കൊണ്ടിട്ട് ചാമ്പ്യൻ ചെയ്യും. അങ്ങനെ ജയിലിൽ നിന്ന് ഇറങ്ങി അവർക്ക് അച്ഛന് വായ്ക്കരി ഇടാനായിരുന്നു വിധി. ഇവിടെയൊക്കെ ചാവുമ്പോ വായ്ക്കരിയാണെങ്കിൽ അവർക്ക് ചാവുമ്പോ കഞ്ചാവ്. ചത്ത അച്ഛന്റെ വായ്ക്കകത്തോട്ട് ഒരു പിടി കഞ്ചാവും വാരിയിട്ട് കഞ്ചാവ് കലക്കൊണ്ടാക്കി ഇഡലി ഹാഷിഷ് ഓയിലിന്റെ ജ്യൂസും കുടിച്ച് അവരങ്ങ് പിരിയും. കഞ്ചാവും ഒരു കൃഷിയാണ്. ആ കർഷകർ അനുഭവിക്കുന്ന കഷ്ടപ്പാട് ജീവിത കഥയാക്കിയ ഈ സിനിമ പ്രൊഡക്ഷൻ ടീമിന് എന്റെ അഭിവാദ്യങ്ങൾ. അല്ല, ശരിക്കും ഞാൻ കളിയാക്കാൻ വേണ്ടി പറഞ്ഞല്ല കേട്ടാ. ഇവിടെ കഞ്ചാവ് കൃഷി ചെയ്യുന്നവരും കൃഷിക്കാരാണ്. കഞ്ചാവൊക്കെ രായ്ക്ക് രാമായണം ലീഗലാക്കാനുള്ള സമയം കഴിഞ്ഞു പോയി. അതിനിടയിൽ നമ്മുടെ ഡാഡി ഗിരിജ ഈ പ്രത്യേകതരം ഓയിൽ കണ്ടുപിടിക്കാനുള്ള മെഷീന് വേണ്ടി അഘോരത്രം പണിയെടുക്കുമ്പോൾ ഒരു സേട്ടിന്റെ കൂമ്പിലിട്ടിടിച്ച് ആരാണ് ഈ സാധനം എത്തിക്കുന്നത് എന്നുള്ള വിവരങ്ങളൊക്കെ ചോർത്തിയെടുക്കുകയാണ്. പക്ഷെ ആളുടെ കൃത്യമായ വിവരങ്ങളൊന്നുമില്ല. ഒരു റെയിൽവേ സ്റ്റേഷനിലാണ് സാധനം കൊണ്ടുവയ്ക്കുന്നതും അവിടെ നിന്നാണ് പണം കൈപ്പറ്റുന്നതെന്നും മാത്രം ഇയാൾ പറയുന്നു. എന്താടാ ഇങ്ങനെ ചുണ്ടു പിടിച്ച് തയ്ക്കാൻ പോണേ, തമ്പാക്ക വയ്ക്കാൻ പറ്റില്ലെന്ന്. ഇനി ആരാണ് ആ ഓയിലൊക്കെ ഇവിടെ എത്തിക്കണേന്നല്ലേ. നമ്മുടെ നായകനും നായികയും കൂടെ ചേർന്നാണ് ഈ ഓയിലൊക്കെ ഇവിടെ എത്തിക്കുന്നത്. ആ തോളത്ത് വെച്ച് ചുമന്നോട്ട് പോണ ആ തൂണിനകത്ത് രണ്ട് നിറച്ച് പൈസയാണ് ഗൈസ്. ഇവർ രണ്ടുപേരും കൂടിയാണ് പ്രത്യേകതരം ഓയിൽ ഉണ്ടാക്കി ഇവിടെ കച്ചവടം ചെയ്യുന്നത് ഗൈസ്. ഇത് ഭയങ്കര സർപ്രൈസ് എലമെന്റ് ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. ഈയിടെ സിനിമ തുടങ്ങുമ്പോഴേ നമുക്കറിയാം വേനൽക്കാലത്ത് മഴ വരില്ലെന്ന്. പ്രെഡിക്റ്റബിൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗോട്ടിലെ വിജയ് ഹെൽമറ്റ് ടൂറിനെക്കാളും വലിയ പ്രെഡിക്റ്റബിൾ. പിന്നെ ഒരു തോക്കം കൊണ്ട് ചെല്ലുകയാണ് അങ്ങ് മുഞ്ചു കളയാ. പോടാ നീയും പോടാ. മോക്കം വറുത്ത മാവി കുഴച്ചു വെച്ചേക്കണം. ജന്മം കൊണ്ട് മനുഷ്യനും രൂപം കൊണ്ട് ഏയും. നമ്മൾ സിനിമയിലേക്ക് കിടന്ന പിന്നെ കുറച്ച് സമയം ഘാട്ടുകളെല്ലാം കൂടി മല കയറുന്ന ഒരു പാട്ട് അങ്ങോട്ട് ഇടും. മലയും താഴ്വരയൊക്കെ കണ്ട് നമുക്ക് കുറച്ചു നേരം ഇങ്ങനെ ആസ്വദിക്കാം. അല്ല, ആ പാട്ടല്ല ഇവിടെ. ഈ ഗ്രാമത്തിൽ ഒരു ആചാരമുണ്ട്. പരസ്പരം ഇഷ്ടത്തിലായിരിക്കുന്നവർ തമ്മിൽ കയ്യിൽ രാഖി കെട്ടിയാൽ പിന്നെ ഒരു കല്യാണം കഴിക്കണം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു ചടങ്ങാണ്. വേണ്ട, ഇതാണ് ആ മഞ്ഞളി പൊതിഞ്ഞ മഞ്ഞച്ചരടുള്ള രാഖി. ഇത് കയ്യിൽ കെട്ടണം. ഇത് കയ്യിൽ കെട്ടിയ അടുത്ത ഗുളിക മുഹൂർത്തത്തിൽ കല്യാണം. മക്കളെ മുതുക്ക് കാളായില്ലേ, പെണ്ണൊക്കെ കെട്ടണ്ടേ, ഇങ്ങനെ വിത്ത് കാളയായിട്ട് നടന്നാ മതിയാ. അങ്ങനെ അമ്മച്ചിയുടെ വാക്ക് കേട്ട് അവർ പരസ്പരം രാഗി കെട്ടി കല്യാണം കഴിക്കുകയാണ് ഗൈസ്. ആർക്കടാ സൂക്ഷിച്ചൊക്കെ കെട്ടി കേട്ടാ. മോന്ത നല്ലോണം നോക്കി വെച്ചോ. ഏയാണ് ആദ്യ രാത്രി 5 പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോഴേ വല്ല എറർ വന്നിട്ട് മോകം കുഴിമന്തി പോലെ ഇരിക്കും അവസാനം. മീൻവെൽ ഇവിടെ കല്യാണ പ്ലാനൊക്കെ നടക്കുമ്പോ വില്ലന്മാരെ അവരുടെ ഗോഡവും കണ്ടുപിടിച്ച് അതിനകത്ത് ഒരു കഞ്ചാവ് എടുത്ത് വലിക്കും. ശേഷം എല്ലാരും എടുത്തിട്ട് ഇടിച്ച് കെട്ടിയിടും. ശരിക്കും പറഞ്ഞാൽ ഈ ഘാട്ടികൾ ഇവർക്ക് വേണ്ടിയാണ് കഞ്ചാവ് കടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അവർ തന്നെ സ്വന്തമായിട്ട് പുതിയൊരു പ്രൊഡക്റ്റ് കണ്ടുപിടിച്ച് കച്ചവടം ചെയ്യുന്നത് അവർക്ക് അത്ര ഇഷ്ടമല്ല. മാത്രമല്ല ഘാട്ടികളെ ജാതിയിൽ കുറഞ്ഞ വെറും സാധാരണ മനുഷ്യരായിട്ടാണ് അവർ കാണുന്നത്. ഇവരൊക്കെ വലിയ എണ്ണന്മാരും അവര് വെറും കൂലികൾ. അപ്പോഴാണ് അവിടേക്ക് നമ്മുടെ നായകനും നായികയും എത്തുന്നത്. അവിടേക്ക് ഡീല് പേശാൻ വേണ്ടി കയറി വന്ന നായകനോട് കഞ്ചാവ് അടിച്ച് കൂർക്കം വലിച്ചിക്കണ എന്റെ അടുത്ത് ഡീല് പേസോടാന്ന് പറഞ്ഞ ഒരു ഒറ്റ അടി. പിന്നെ അവിടെ ഒരു യുദ്ധമാണ് ഗൈസ്. അങ്ങനെ ഒടുവിൽ നായകനും നായികയും ടീമും കൂടി എല്ലാവരും ഇടിച്ചു ഉറക്കും. എന്നിട്ട് വില്ലനെ കഞ്ചാവ് വെള്ളത്തിൽ പിടിച്ച് മൂക്കും. എന്നിട്ട് അവിടെ നിന്ന് ഒരു പായല് പൊതിഞ്ഞ് ചുമന്നുകൊണ്ട് വിക്ടോറിയ സീക്രട്ട് വില്ലത്തി ബിക്കിനിട്ട് കുളിക്കണ പൂളിൽ കൊണ്ടിട്ട് കൊടുക്കും. സോ ഗൈസ്, ഇനി അനുഷ്ക ഷെട്ടിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുന്നുണ്ട്. എങ്ങനെയാണ് നമ്മുടെ നായിക ജനിച്ചതെന്ന് അറിയാമോ? അവിടെ ഹോസ്പിറ്റലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. വല്ല ഒസാത്തിമാരെയൊക്കെ കിട്ടി അവരാണ് ഒന്ന് പ്രസവം എടുക്കണം. പ്രസവിക്കാറായ സ്ത്രീകളെ ഇതുപോലൊരു വലിയ തൂണിൽ പിടിച്ച് യേശുവിനെ കുറിച്ച് തറച്ച പോലെ പിടിച്ച് കെട്ടിയിടും. എന്നിട്ട് അങ്ങ് പ്രസവിക്കാൻ പറയും. സമയമുള്ളപ്പോ പ്രസവിച്ചോണം. ഇതാണ് അവിടുത്തെ കാര്യം. അനുഷ്കനെ പ്രസവിക്കാൻ സമയത്ത് ഒന്നി അമ്മ അല്ലെങ്കിൽ കുഞ്ഞ് അല്ലെങ്കിൽ രണ്ടുപേരും പോകും. അപ്പൊ നോക്കുമ്പോ നമ്മളെ നായകനല്ലേ ഈ ചെറുക്കൻ, ഇവ ഓടിപ്പോയി അവിടുത്തെ കഞ്ചാവ് ഇല പറിച്ചോണ്ട് വന്ന് അതിന്റെ നീരെടുത്ത് അമ്മച്ചി കൊടുക്കും. അത് കഴിച്ചോടെ അമ്മ ശിവദർശനം കിട്ടി പരലോക പ്രവേശമാകാമെന്ന് പറഞ്ഞ് നേരെ അങ്ങ് മോളോട്ടും പോകും. കുഞ്ഞ് അനുഷ്ക നേരെ താഴോട്ടും. അങ്ങനെയാണ് അത്രേ അനുഷ്ക ജനിച്ചത്. ജന്മന കഞ്ചാവ് കാരണം ജനിച്ച കഞ്ചാവിന്റെ അനുഗ്രഹമുള്ള അനുഷ്കനെ ആർക്കടാ ഇനി തോപ്പിക്കാൻ പറ്റണം. മാത്രമല്ല നായികയും നായകനും തമ്മിൽ ഒരു കഞ്ചാവ് ബന്ധമാണുള്ളത്. പോരാഞ്ഞിട്ടോ എനിക്ക് തോന്നുന്നു ഇതിന്റെ തിരക്കഥാകൃത്ത് എഴുതാൻ നേരം നല്ലപോലെ വലിച്ചു കേട്ടിട്ടുണ്ടായിരിക്കണം. അല്ലാതെ ആരുടെ ഇങ്ങനെയൊക്കെ എഴുതി വെക്കണ. ഈ പടമൊക്കെ ബോബ്മാറിലൊക്കെ ഇഷ്ടപ്പെട്ടെ. പിന്നിപ്പം മട്ടാഞ്ചേരി മാർട്ടിനും ഇഷ്ടപ്പെടും. കഞ്ചാവിന്റെ ഗുണങ്ങളിൽ ഒന്ന് കൊടുത്ത പ്രസവം എടുക്കാം, പുകച്ച പരലോകം കാണാം. എന്തായാലും ഇത്തടം വരെ ആയില്ലേ. നമ്മുടെ ഇടി
കിട്ടിയ വില്ലന്റെ ചേട്ടനും കൂടെ വന്ന് ഇവരെ ലാഭമൊക്കെ ഒന്ന് പരിശോധിക്കുകയാണ്. എന്തായാലും നിങ്ങളുടെ പ്രോഡക്റ്റ് കൊള്ളാം, കാര്യങ്ങൾ ഇത്തടം വരെയായി, നമുക്ക് ബിസിനസ് പേസല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഡീലൊക്കെ ഉറപ്പിച്ചിട്ട് ഇവരങ്ങ് പോകുമേ. മണം ഭയങ്കര മണമുണ്ടാ. എന്തായാലും കാര്യങ്ങളൊക്കെ ശുഭമായി നടക്കുകയാണല്ലോ. അതിനാൽ തന്നെ ഇവർ വിചാരിക്കും ഇനിയിപ്പോ കല്യാണം കഴിക്കാന്ന്. അങ്ങനെ അവർ കല്യാണം കഴിക്കുകയാണ് ഗൈസ്. അപ്പൊ അതാ അവിടേക്ക് വില്ലന്മാരുടെ കടന്നുവരവ്. പിന്നെ അവിടെ വലിയൊരു യുദ്ധം, അടിപിടി, ബഹളം, കോലാഹലം, കണ്ണീരൊപ്പാനാരുമില്ല, കയ്യിൽ കിട്ടിയ ചാമ്പിക്കളയും, മൊണ്ണേ കുത്തി നായിക വീണേ, കാറിൻ മുകളിൽ വില്ലൻ വരണേ, നടിയേതേണ്ടേ ചോന്നോണ്ട് പോണേ, നായിക ഓടടാ ഓട്ടം തന്നെ. ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ ഗൈസ്, ഈ നായിക ഇല്ലേ ഈ കാറിന്റെ പുറകെ കുറെ നേരം കിടന്ന് ഓടും. ഇത്രയും തരം മാരക ഓട്ടോ ഒക്കെ ഓടി ചെല്ലുമ്പോൾ നായകനെ അവന്മാർ 5 പേര് ഇരുന്ന് പിടിച്ചങ്ങ് നിർത്തും. മണ്ടൻ. എന്നിട്ട് നായകനെ തറയിലിട്ട് ഉരുട്ടി സാരി വലിച്ചുരിഞ്ഞ് കറക്കെറിയും. എന്നിട്ട് നായക ജനിച്ച തൂണില് അവിടെ കൊണ്ടുപോയി കെട്ടിയിട്ട് നായകനെ വെടിവെച്ചങ്ങ് കൊല്ലും. എന്നിട്ട് ഇത്തിരി ജീവനുണ്ടായിരുന്ന അവന്റെ മുമ്പിലിട്ട് നായികയുടെ വസ്ത്രാക്ഷേപം നടത്തും. സോ വെരി ഡർട്ടി ആൻഡ് ക്രൂവൽ ഗൈസ്. ഇവന് തക്കതായ ശിക്ഷ കൊടുക്കണം. സോ ഗൈസ്, ശരിക്കും എന്തിനാണ് നായകനും നായികയും കൂടി ഈ പണിയൊക്കെ ചെയ്യുന്നതെന്ന് അറിയാമോ? ഈ ഗ്രാമത്തിലുള്ളവരുടെ കുലത്തൊഴിലാണ് ഈ കഞ്ചാവ് കൃഷിയും കഞ്ചാവ് കടത്തലും. ഹൈ റിസ്ക് ഉള്ള പരിപാടിയാണ്. ആ മലമുകളിൽ നിന്ന് കൊച്ചു പിള്ളേർ ഉൾപ്പെടെയാണ് വീണ് മരിക്കുന്നത്. ഇന്ന് ഈ കൊച്ചിന്റെയും അമ്മയുടെയും ഭർത്താവ് മരിച്ചിരിക്കുകയാണ് ഗൈസ്. എന്നിട്ട് ഈ മനസ്സാക്ഷിയിലത്തെ വില്ലമ്മ പറയും ഉള്ള പൈസയൊക്കെ വാങ്ങിച്ചിട്ട് വീണ്ടും എല്ലാവരും പണിക്കറങ്ങിക്കോളും. ചാവണന്മാരൊക്കെ സ്വർഗത്തിൽ പൊക്കോളും, നീയൊക്കെ വന്ന് പണിയെടുക്കടേ. വിഷം കഴിച്ച് മരിച്ചു. അങ്ങനെ ഈ പാവങ്ങളെല്ലാം ജീവൻ എടുത്തുകൊണ്ട് നടക്കുന്ന ഈ കച്ചവടം എന്തുകൊണ്ട് നമുക്ക് തന്നെ സ്വന്തമായി ചെയ്തുകൂടാ? എന്നിട്ട് ആ പൈസ എടുത്ത് നമുക്ക് സ്കൂളും കോളേജും ആശുപത്രിയൊക്കെ കിട്ടുകയും ചെയ്യും. ഇവിടെ ഉള്ളവർക്ക് നല്ല ആശ്വാസമാവും. വേണ്ടാ മൊണ്ണകളെ, നിങ്ങൾക്ക് ഇത്ര കഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെയോ, വല്ല കപ്പയോ മീനോ ഉരുളക്കിഴങ്ങോ നിങ്ങൾ കൃഷിയായിട്ട് ചെയ്തുകൂടെ? എന്തിന് കഞ്ചാവ് തന്നെ? എല്ലാവരെയും കൊന്നൊടുങ്ങുമ്പം ഇവര് കൃഷിയിലോട്ടങ്ങ് തിരിയും. അതാണ് ഈ കഥയുടെ പ്ലോട്ട്. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ അനുഷ്ക തിരിച്ചു വരികയാണ്. ഒരു പ്രതികാരദാഹിയായി കയ്യിൽ പച്ചയൊക്കെ കുത്തി മാസ് കാണിച്ച് തിരിച്ചു വരും. നേരെ നമ്മുടെ പഴയ ലാബിലോട്ടങ്ങ് ചെല്ലുകയാണ്. ഓക്കെ, ലാബിൽ കയറി ചെന്ന അനുഷ്ക ഒറ്റയ്ക്ക് ആ ലാബും തകർത്ത് എല്ലാം മല്ലന്മാരെ ഇടിച്ച് കറക്കും. അവിടെ ഇരുന്നൊരു കമ്പിയാണ് എടുത്ത് എല്ലാത്തിന്റെ ഹൃദയം കുത്തി കറക്കി എടുക്കും. ഇവിടെ ജഗമ്മ മായമ്മ ജഗമ്മ എന്നിട്ട് ഡൈനാമിറ്റ് കൊണ്ടിട്ട് അവിടെ മൊത്തം പൊട്ടിക്കും. പക്ഷെ അനുഷ്ക വന്നപ്പോ ഡൈനാമിറ്റ് ഇല്ല, അത് ഇവിടെ തിരികെ വെച്ചിരുന്ന തോട്ടാ. പണിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു മലയുടെ മുകളിൽ പോയി തല കൂടെ സ്വെറ്ററൊക്കെ ഇട്ട് മൂടിയിട്ട് ഇങ്ങനെ നിൽക്കും. ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ബ്ലറായ ക്യാമറ. വാവ്. അടുത്തത് ഇവളെ പിടിക്കാനായിട്ട് പറഞ്ഞുവിട്ട ഈ വില്ലനായ പോലീസുകാരന്റെ തല അവളെ അറത്ത് എടുക്കും. എന്നിട്ട് അതുകൊണ്ട് ഒരു കോലത്തിന്റെ മുകളിൽ കുത്തിവെക്കും. ഇനി ഒരു ഡീല് പേസാണെന്ന് പറഞ്ഞ് എങ്ങനെയൊക്കെയോ നമ്മൾ ഡാഡി ഗിരിജ അനുഷ്കയെ വിളിച്ചുകൊണ്ട് നമ്മുടെ വില്ലന്റെ വീട്ടിൽ കൊണ്ടുവരും. പഴയതൊക്കെ നീ മറക്കണം, നമുക്ക് പാർട്ട്നേഴ്സ് ആയിട്ട് വിലസാം. പക്ഷെ ഒരൊറ്റ കണ്ടീഷൻ, നിന്റെ കഴുത്തി കിടക്കണ ആ താലി ഒന്ന് മാറ്റണമെന്ന്. എന്താ ആ താലി അവളെ കഴുത്തി കിടക്കണ നിനക്ക് കക്കുസി പോകും. ഇമോഷണൽ മാസൊക്കെ വെറുതെ കുത്തിക്കയറ്റി കളഞ്ഞല്ലോടാ ഇതിനകത്ത്. ഒരു ബന്ധമില്ലാതെ ഇത്രയും വലിയ ഗാങ്സ്റ്റർ ഒന്ന് പറയണേ, നീ ആ താലി അങ്ങ് അറുത്ത് മാറ്റിക്ക്. അത് അവിടെ കിടന്ന് അത്ര ശരിയാവൂലെന്ന്. അത് കേട്ടത് നേരെ അനുഷ്ക ചാടി എണീച്ച് എവനെയൊക്കെ കൊല്ലും. എന്നിട്ട് അവിടെ നിന്ന് പാഞ്ഞു വരുന്ന വെടികുണ്ടുകളെ വെട്ടാൻ വരുന്ന ഗുണ്ടകളെയും തല്ലി ചതച്ച് ഒരു ലേഡി ജോൺ വിക്കിനെ പോലെ എല്ലാരെയും വെടിവെച്ച് കൊന്ന് അത് അങ്ങനെ ഒരു മണ്ട ചത്ത പോലെ കിടന്നാ പോലെ ഇരുന്നടാ. എന്തായാലും ഒരു 10-50 വരെ ഒറ്റയ്ക്ക് നിന്ന് അനുഷ്ക വെടിവെച്ച് കൊല്ലും. അതിനിടയിൽ ഒരു വെടി വയറിന് കിട്ടുകയും ചെയ്യും. ജയ് ബാലയ്യ. കിട്ടിയ വെടിയെ കൊണ്ട് അവിടെ കന്നൊരു ജീപ്പിൽ കയറി തലമിട നോക്കുമ്പോഴത്തേക്കും പുറകിൽ നിന്ന് വില്ലന്മാര് ചേസ് ചെയ്ത് വന്ന് ജീപ്പ് മറിച്ചിടും. മറിഞ്ഞു വീണ ജീപ്പിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി പുറത്ത് കിടന്ന അനുഷ്കനെ വെടിവെച്ച് കൊല്ലാൻ നിന്ന വില്ലന്മാരെ കൂട്ടുകാരെ വന്ന് വെടിവെച്ച് കൊല്ലും. എന്നിട്ട് ഒരു കാട്ടുവൈദ്യന്റെ അടുത്തുകൊണ്ട് ഈ ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുത്തിട്ട് അവിടെ മാറ്റി ഈ ചുരം എങ്ങനെയെങ്കിലും ഇറങ്ങി നാട്ടിൽ കൊണ്ടുപോയി നല്ല ഹോസ്പിറ്റലിൽ കയറ്റി ചികിത്സ കൊടുത്ത് രക്ഷിക്കണം. ഇതാണ് ലക്ഷ്യം. അപ്പൊ നോക്കുമ്പോ അവിടെയും ചേസ് ചെയ്ത് വില്ലന്മാര്. പെട്ടെന്ന് ഫ്ലാഷ് ബാക്ക് അടിച്ച നായിക ചാടി എണീക്കുകയാണ് ഗൈസ്. എന്നിട്ട് അറവുശാലയിലേക്ക് കൊണ്ടുപോകുന്ന പന്നിക്കൂട്ടത്തെ കശാപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന പോലെ ആ മുതുക്കന്മാരെല്ലാരും ഇടിച്ച് ഉറക്കിയിട്ടേക്കാണ്. എന്ത് ആണുങ്ങൾക്ക് മാത്രം മതിയാ ഈ മാസം. നെപ്പോട്ടിസം വാഴുന്ന ഈ കാലത്ത് ഫെമിനിസവും കുറച്ച് വാഴട്ടെ. എന്നാൽ ഇതൊരു അല്പം ഓവറല്ല. ജ്വരം പിടിച്ച് ചത്ത കോഴിയപ്പലി യുവമാരൊക്കെ ഇടിച്ചിട്ട് കൊണ്ടുവരണമെന്നൊക്കെ വിശ്വസിക്കണമെന്ന് അവൻ എന്തിനാ ഇടക്കിടക്കിട്ട് തോന്നിക്കണം ഇങ്ങനെ. ഇതിനുശേഷം ഗ്രാമത്തിൽ എല്ലായിടത്തും ചെന്ന് നായക ഈ ഗാട്ടിപ്പണി വിടണം, കഞ്ചാവ് കൃഷി നമ്മൾ ഉപേക്ഷിക്കണം, കഞ്ചാവ് കത്തിക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രഭാഷണങ്ങളൊക്കെ വെക്കുകയാണ്. അങ്ങനെ ആ പ്രസംഗമൊക്കെ കേട്ട് കുറെ പേര് മനസ്സ് മാറിയിട്ട് കുറച്ച് പേര് പണിക്ക് പോകാതിരിക്കണേ. അപ്പൊ നോക്കുമ്പോ നമ്മുടെ ഈ വില്ലയില് അവൻ ഗ്രാമത്തിൽ കയറി കൊച്ചുങ്ങൾ ഉൾപ്പെടെ ഗർഭിണികൾ ഉൾപ്പെടെ വെട്ടിക്കൊല്ലുന്നു. എടീ പൂതനെ, നിനക്ക് മതിയായില്ലേടി? ഇനിയും ആകെ 10-16 പേരുണ്ടായിരുന്ന ആ ഗ്രാമത്തിൽ ഇത്ര ആൾക്കാരത് ഇവിടെന്ന് ചാവുമ്പോ ആളെണ്ണം കൂട്ടിക്കാണിക്കാൻ തൊട്ടപ്പുറത്തെ ഗ്രാമത്തിൽ നിന്ന് ആൾക്കാരെ വിളിച്ചാൻ തോന്നി. എനിവേ കലിപൂണ്ട നായിക നേരെ വില്ലന്മാരടുത്തോട്ട് ചെല്ലുകയാണ്. അങ്ങനെ ഒരു വലിയ മൈതാനത്ത് വെച്ച് ഒരു 3-4 ഒരു കുന്തത്തി കുത്തി ഇങ്ങനെ നിർത്തിയേക്കാണ് ആകാശത്ത്. അത് കണ്ട് വില്ലൻ വാപ്പൊളിച്ച്
നിൽക്കുമ്പോ യവന്മാരെ കാലേത് തലയേത് സൂപ്പർ ഗ്ലൂ ചെയ്ത് വെച്ചേക്കണവന്മാര. പിന്നെ അവിടെ ബോംബ് പൊട്ടുന്നു, എക്സ്പ്ലോഷൻ നടക്കുന്നു, കൂട്ടത്തിലുള്ളവരെല്ലാം ഇറങ്ങുന്നു, കാട്ടികളെല്ലാം കൂടി നായികയുടെ വശം തീർന്ന് വില്ലന്മാരെയൊക്കെ എടുത്തിട്ട് അറിയുന്നു. ഇത് എന്താടാ മരത്തിന്റെ ശിഖരോ? എടാ എണീറ്റ് ഓടടാ അവിടെ ഇരുന്ന് പെരുവാതാ. ഇത് എന്തരടാ ഇത് മനുഷ്യനെ അതോ പൊരിയാടാ ഇത്? ഓരോരുത്തരെ ബാക്കിലെടുത്ത് പോക്കണ്. കാർഡ്ബോർഡ് വെച്ചാടാ മനുഷ്യൻ ഉണ്ടാക്കി വെച്ചേക്കണത്. ഒടുവിൽ ഐൻസ്റ്റീനെ ന്യൂട്ടനെയും മറന്നൊരു ഫൈറ്റും കഴിഞ്ഞ് വില്ലന്റെ പള്ളക്ക് കത്തിക്ക് കീറി മുടിക്ക് കുത്തിപ്പിടിച്ച് വലിച്ചഴച്ചു കൊണ്ടുപോയി തീയിലിട്ട് സമാധിയാക്കും നമ്മുടെ അനുഷ്ക. ജഗമ്മ അല്ലേ വേണ്ട, ചളിയായി പോകും. വില്ലനെ കൊന്നു. എന്നിട്ട് ഒരു മലയുടെ മോളിൽ പോയി ഇതേത് കൊച്ചു? ഇത് ബാഹുബലില്ലേ കൊച്ചാ? അല്ല ഇത് ഏത് കൊച്ച്? ആ ബാഹുബലിക്ക് ശേഷം കൊച്ചുങ്ങൾ ഇങ്ങനെ പൊക്കി കാണിക്കുന്നത് ഒരു ഹോബി ആയിരിക്കാണ് സിനിമാക്കാർക്ക്. ഓൾറെഡി കേസ് അങ്ങനെ ഒരു മലയുടെ മോളിൽ പോയി നമ്മുടെ ദേവസേന ഇങ്ങനെ നിൽക്കുന്ന ഷോട്ട് കൂടി കാണിച്ച് പടം അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. എന്റെ പൊന്നോ, നമ്മൾ ഈ തെലുങ്ക് കന്നഡ പടങ്ങളെ കാണുമ്പോൾ ലോജിക്കിനെ മറക്കണം എന്ന് പറയുന്നത് എത്ര സത്യമാണ്. കലാസ്നേഹികളെ, യശ് രാജ് അവരുടെ സ്പൈ കുടുംബശ്രീ യൂണിവേഴ്സിലെ ഏറ്റവും അപരാധമായി ഇറങ്ങിയ അവസാനത്തെ ചിത്രമാണ് വാർ 2. തത്സമയം നിങ്ങൾ ഇനി കാണാൻ പോകുന്നതും ദിദേ സിനിമയുടെ വർക്കലാണ്. വിത്തൗട്ട് എനി ഡ്യൂ നമുക്ക് ആരംഭിക്കാം. കഥ ആരംഭിക്കുമ്പോൾ അങ്ങ് ജപ്പാനിലെ ഹിമാലയത്തിൽ ചായയും കുടിച്ചിരിക്കുന്ന മുത്തച്ഛന്റെ മുന്നിലേക്ക് നമ്മുടെ നായകൻ വരുന്നതാണ്. പുള്ളി വലിയ ഗാങ്സ്റ്റർ ആണ്, യക്കൂസ മെമ്പറൊക്കെയാണ്. പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു വലിയ ചെന്നായിയും കൂടിയുണ്ട്. ആര് വന്നാലും കടിച്ച് ഉടലിയത് അരിയതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാക്കണം എന്നാണ് ചെന്നായരുടെ അണ്ണം പറഞ്ഞേക്കണം. ബട്ട് ഗൈസ് അവിടേക്ക് അതാ നമ്മുടെ പച്ച കണ്ണുമായി ഗ്രീക്ക് ഗോഡിന്റെ എൻട്രി. കടിച്ചു കൊല്ലാൻ വന്ന ചെന്നായി അവനെ കണ്ടത് അപ്പോഴേ അങ്ങ് മെരുങ്ങി. പുലിമുരുകം പട്ടികളെ മെരിക്കണ കണക്ക്. ഹൃത്തിക്കും ചെന്നായും പണ്ട് 10ാം ക്ലാസ്സിൽ ഒരുമിച്ചിരുന്ന് പഠിച്ചേടാ. അല്ല കണ്ടപ്പോ തന്നെ പട്ടി അങ്ങ് വഴങ്ങി. സോ ഗൈസ് നമ്മുടെ റോഷൻ സാർ ഇപ്പോ ഇന്ത്യൻ സീക്രട്ട് ഏജന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നില്ല. ഗവൺമെന്റ് ശമ്പളം കൊണ്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ മാത്രമേ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കി അങ്ങേര് ഇപ്പോ വെളിയിലുള്ള പ്രൈവറ്റ് ടീമുകൾക്ക് വേണ്ടി ആളെ കൊല്ല നടക്കുകയാണ്. അങ്ങനെ ഒരു മിഷനിലാണ് ഇങ്ങനെ കൊല്ല ഇവിടെ എത്തിയത്. ആ വാള് വെച്ച് വെട്ടുന്നതിന്റെ മുഖം നോക്കി അഴം കണ്ടിച്ച പോലും മുറിയത്തൊരു വാള് വെട്ടാണ് വന്നേക്കണമെന്ന് അവന് തന്നെ അറിയാം. സത്യത്തിൽ ഈ ജപ്പാനിലുള്ള എല്ലാവരും സമുറായികളാണ്. തോക്കൊക്കെ ഉണ്ടായാലും അവന്മാർ ഇപ്പോഴും വാളം കൊണ്ട് നടക്കുള്ളൂ. ഇവിടെ ഇപ്പൊ ലേസർ വിട്ട് ആളെ കൊല്ലാൻ തോക്കോരുണ്ടെങ്കിൽ ഈ ജപ്പനീസ് മൊണ്ണുകളെല്ലാം കൂടി ഒരു കല്ല് കൊടുത്ത് പിച്ചാത്തിരിയാവി ഇരിക്കുകയാണ് ആൾക്കാരെ കൊല്ലാനായിട്ട് മണ്ടമാരി. ഒരു ഡെസ്ക് സൈഡിൽ കൂടെ തെറിച്ച് പോയിന് ഇങ്ങേരെന്തിന് ഈ മുഖത്ത് ലുക്ക് പിടിച്ച് വെച്ചേക്കണ എന്തോ. ഇവിടെ കിടന്ന് ഇത്ര നേരം വാൾപ്പൈറ്റ് കഴിഞ്ഞിട്ട് അത് പോരാഞ്ഞിട്ട് വലിയ ഹെലികോപ്റ്റർ കയറി രക്ഷപ്പെടാൻ പോകുമ്പോഴത്തേക്കുമേ ബാറ്റ്മാൻ തൂങ്ങിയാടുന്നൊരു സാധനം അടിച്ചു മാറ്റി അതിട്ട് ഹെലികോപ്റ്ററിൽ കൊരുത്ത് തൂങ്ങിയാടി രക്ഷപ്പെടാൻ പോയ ജപ്പാൻകാരനെ വലിച്ച് താഴെ ഇട്ട് ഒരു മതിൽ കയറിയിരുന്ന 5 മിനിറ്റ് വിശ്രമിച്ചിട്ട് തൊട്ട് അടുത്ത ഫ്ലൈറ്റിൽ അങ്ങ് ജർമ്മനിക്ക് പോകും. അവിടെ ചെല്ലുമ്പോൾ ഒരു മാറുമറക്കൽ ആക്ടിവിസ്റ്റ് അമ്മൂമ്മ നിനക്ക് ഒരു അടുത്ത മിഷൻ ഉണ്ട് ഉടനെ തന്നെ അത് നീ ചെയ്തു തീർക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു കണ്ണാടി കൂട്ട് കയറ്റിട്ട് ഫാക്ടം ബൂസ് അടിച്ച് മയക്കും അങ്ങനെ. അയ്യോ പുകഞ്ഞ് ഹൽക്കാട്ടെല്ലാം തിരിച്ചിറങ്ങി വരണാന്ന് തോന്നുന്നു. ഇങ്ങനെ ഈ കൈ വെക്കണണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് ജാക്കിനെ റോസിനെയാണ്. ബോധം വീണ് കണ്ണു ഉറക്കുമ്പോഴത്തേക്കും നമ്മുടെ ഋതിക് റോഷൻ കാണുന്നത് വണ്ടർലാൻഡിലെ ലേസർ ഷോ ആണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള കിടിലങ്ങളാണ് ഓരോ രാജ്യത്ത് നിന്നും. ഇവർക്കാണ് ഈ ആൾക്കാരെല്ലാം കൊല്ലേണ്ട ആവശ്യം. എന്നിട്ട് ലോകം മൊത്തം കീഴടക്കുക എന്നതാണ് ഇവരുടെ ദുരൂഹരമായ ലക്ഷ്യം. അതിനുവേണ്ടി അവർ തിരഞ്ഞെടുക്കുന്ന ഏജന്റ് ആണ് നമ്മുടെ ഈ അണ്ണൻ. അണ്ണൻ ഭയങ്കര കില്ലാടിയൊക്കെ ആണല്ലോ. പൈസ വാങ്ങിച്ചാൽ അണ്ണൻ ആരെയും കൊല്ലും. അങ്ങനെ അണ്ണനെ അടുത്തൊരു മിഷൻ കൊടുക്കുകയാണ് ആരെ തട്ടണമെന്ന്. അത് മറ്റാരുമല്ല ഗൈസ്, ഇന്ത്യൻ ഇന്റലിജൻസിന്റെ സൈബർ വിംഗ് കമാൻഡിംഗ് ഓഫീസർ മേജർ ശ്രീകുമാർ. സോറി ഗൈസ്, ഞാൻ വഴിമാറിപ്പോയി. ഇങ്ങനെയാണ് കൊല്ലാൻ വേണ്ടി അടുത്തതായിട്ട് ഏൽപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇയാളാണ് നമ്മൾ ഹൃതിക് റോഷനെ ആർമിയിലേക്ക് റിക്രൂട്ട് ചെയ്ത് ഇന്ന് കാണുന്ന ഹൃതിക് റോഷനെ ഇന്ന് കാണുന്ന കബീറാക്കി മാറ്റിയത്. അതായത് ഒരു അച്ഛന്റെ സ്ഥാനമാണ്. അയാളെ കൊല്ലാനാണ് അവർ ഏൽപ്പിക്കുന്നത്. മനസ്സിൽ ഒരു ലോഡ് കുണ്ടിതം കൊണ്ടാണെങ്കിലും അദ്ദേഹം ആ പണി അങ്ങ് ചെയ്തു തീർക്കുകയാണ്. അയാളെ തട്ടി ഒരു ഹാർലി ഡേവിഡ്സൺ ബൈക്ക് കൊടുത്ത് തൊട്ടപ്പുറത്തുള്ള ജംഗ്ഷനിലെ അവരുടെ ഒളിസംഘത്തിൽ എത്തുകയാണ് നമ്മുടെ കരൺ. അവിടെയും അത് ലേസർ ഷോ നടക്കുകയാണ്. അപ്പോഴത് ആ ലേസർ ഷോയ്ക്കിടയിലൂടെ നമ്മുടെ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യുന്ന വില്ലൻ വരികയാണ്. അയാൾ വന്നിട്ട് പറയും നിനക്ക് അടുത്തൊരു മിഷൻ ദാ ഉടനെ തന്നെ ഞാൻ തരുന്നുണ്ട്. അപ്പൊ ഋതിക് റോഷൻ ചോദിക്കുക തീരുമ്പോ പണിയിറഞ്ഞ എന്തൊക്കെ ഒപ്പിന്ന ഭൂത. നമ്മുടെ കബീർ നേരത്തെ കൊന്ന ആ പട്ടാളക്കാരന്റെ വീട്ടിൽ ഫ്യൂണറൽ നടക്കുകയാണ്. ഇയാരെയാണ് അദ്ദേഹത്തിന്റെ മകൾ. പിന്നെ നമ്മുടെ അനിൽ കപൂറും ഉണ്ട് കേട്ടോ. പുള്ളി ഇതിലെ ഒരു എന്താണെന്ന് വെച്ചാൽ മാസ് കാണിക്കാൻ വേണ്ടി ഒരാൾ, അത് തന്നെ. അവരൊരു തീരുമാനം അവിടെ വെച്ചങ്ങ് എടുക്കുകയാണ്. ആരാണ് ഇദ്ദേഹത്തെ കൊന്നതെന്ന് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ ഇറക്കാൻ പോകുന്നത് ആരെയാണെന്ന് അറിയാമോ? ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഋതിക് റോഷനാണ്. ഇങ്ങ് ബോളിവുഡിൽ ഡാൻസ് ചെയ്യാൻ വേണ്ടി ഇദ്ദേഹത്തെ കഴിഞ്ഞിട്ട് വേറെ ആരുമില്ല. അപ്പം മിനിമം നമ്മൾ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ജൂനിയർ NTR കൊണ്ടുവരണം. അല്ലെങ്കിൽ റോഷന്റെ കൂടെ ഡാൻസ് കളിച്ച് പിടിച്ചിക്കാൻ പറ്റൂലേ. അത് പറഞ്ഞതും നമ്മുടെ NTRന്റെ എൻട്രി എന്നൊക്കെ പറഞ്ഞാൽ പുള്ളി ഒരു പട്ടത്തിൽ തൂങ്ങി വരെയാണ് ഇങ്ങനെ. അതും മേഘങ്ങൾക്ക് ഇടയിലൂടെ ഇടിയും മിന്നലുള്ള സമയത്ത്. ഇത്രയും കൊടൂര കാറ്റടിച്ചിട്ട്
ആ തലയിലെ മുടിയൊന്നും അനങ്ങണ പോലും ഇല്ല, കണ്ണൊന്നും ഇമ പോലും വിട്ടുന്നില്ലെന്ന്. പുള്ളി ആകാശത്തോടെ നേരെ ഒന്ന് ചാടി ഒരു ഷിപ്പിൽ ലാൻഡ് ചെയ്യും. എന്നിട്ട് ടെർമിനേറ്ററിലെ അർണോൾഡ് തുണിയില്ലാതെ നിന്നണക്ക് നിൽക്കും. 6 പാക്ക് മാർക്കറായിട്ട് രേഖപ്പെടുത്തി വെച്ചേക്കും. സംഭവം കുറച്ച് ഇന്ത്യൻ ഓഫീസർമാരെ നീഗ്രോകൾ പിടിച്ചു വെച്ചേക്കാണ്. എന്റെ 2 കയ്യില് മുന്തിരി കൊലയായിട്ട് വന്ന് ഓരോരോ മുന്തിരിയായിട്ട് പറക്കി എറിയും. അത് വീണയുടെ ഉഗ്ര സ്ഫോടനത്തോട് പൊട്ടിത്തെറിക്കും. അപ്പേ ഇത്രയും നേരം നിങ്ങൾ കണ്ട അവരാതൊന്നും പോരാഞ്ഞിട്ട് തറയിലൊക്കെ മൈൻ ഇങ്ങനെ വെച്ചേക്കുവാണേ. അപ്പൊ ഈ സ്റ്റീല് ബോൾ ഉരുട്ടിട്ട് അതിന്റെ ഇടയിൽ കൂടെ കാറ് പോയിട്ട് ഇങ്ങനെ പോവുകയാണ്. ഓവർ ദ ടോപ്പ് എന്നൊക്കെ പറയാം, ലോജിക് ഇല്ലായ്മയും വിശ്വസിക്കാം. എന്നാലും തിയേറ്ററിൽ നിന്ന് കണ്ടവര് നെഞ്ചത്ത് കൈവച്ചു പോയി കാണും. അതിനുശേഷം നമ്മുടെ കിയാരയും എൻറ്റിയറും കൂടി തൊട്ടടുത്ത ഫ്ലൈറ്റിൽ തന്നെ ഇറ്റലിയിലേക്ക് പോവുകയാണ്. കാരണം എന്താണ്, നമ്മുടെ ഋത്തിക് റോഷൻ അവിടെ ഉണ്ടെന്ന് അറിയാണ്. ഋത്തിക് റോഷനാണ് ഇവളുടെ അച്ഛനെ കൊന്നെന്ന് അവർ കണ്ടുപിടിക്കുക. എന്നിട്ട് അവനെ എങ്ങനെയെങ്കിലും തൂക്കണം. അടുത്ത ഫ്ലൈറ്റിൽ തന്നെ അവര് നേരെ ഇറ്റലിയിൽ വരികയാണ്. കിയാരയ്ക്ക് ഋത്തിക് റോഷൻ തമ്മിൽ ഒരു പ്രേമ സ്റ്റോറി കൊണ്ട് കിയാര തോക്ക് ചൂണ്ടിട്ട് പറയും, എന്റെ അച്ഛനെ കൊന്ന നീ എന്നടാ? സോറി മോളെ, നിന്റെ തന്തനെ ഞാൻ തന്നെ സുട്ടുകൊന്ന. അയ്യോ. പിന്നെ അവിടെ ഒരു കാർ ചേസ് സീനുണ്ട് ഗൈസ്. ഒരു മിനി കൂപ്പറും ഹമ്മറും തമ്മിലുള്ള സീൻ. എനിക്ക് ഈ സീൻ കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് മിഷൻ ഇമ്പോസിബിൾ 7 ഒരു കാർ ചേസ് സീനാണ്. ഇവർ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഹോളിവുഡിൽ നിന്ന് കുറെ സീനുകളിലവിടെ ചൂണ്ടിയിട്ട് അതേ സ്ഥലത്ത് പോയി ഷൂട്ട് ചെയ്ത് കോപ്പി പേസ്റ്റ് അടിച്ച് വെച്ചേക്കാണ്. റെഡ് മിനി കൂപ്പറിൽ ഗ്രീക്ക് ഗോഡ് ഋതിക് റോഷനും ഹമ്മറിനകത്ത് നമ്മുടെ ഗാലക്സി സ്റ്റാർ വിനു മോഹനും അല്ല എൻറ്റിആർ. ഇതൊന്നും അല്ല ഗൈസ് കടുപ്പ്. ആ മിനി കൂപ്പറും കൊണ്ട് ഈ ഹമ്മറിനെ ഇടിച്ച് മലത്തെയാണ് ഋതിക് റോഷൻ. എടാ, ഹമ്മറും മിനി കൂപ്പറും തമ്മിൽ ആനയാടും തമ്മിലുള്ള വലിപ്പമുണ്ട്. ആ മിനി കൂപ്പർ വെച്ച് എങ്ങനെയാ ഹമ്മർ ഇടിച്ച് മലത്തണം? എവ അതിനകത്ത് കുത്തിയിരുന്നാടാ ഓടിച്ചത്. ഇത്ര ഈസി ആയിട്ട് ഇതിങ്ങനെ ഇറങ്ങി പറഞ്ഞ അതിനകത്തുനിന്ന് കയ്യിൽ തോക്കുണ്ടാ. ഇത്രയൊന്നും ചെയ്തിട്ട് ത്രില്ല് പോരാന്നും പറഞ്ഞു ഋതിക് റോഷൻ താഴെ 200-250 കിലോമീറ്ററിൽ സ്പീഡിന് പോണ ട്രെയിനിന്റെ മുകളിൽ ഈ മിനി കൂപ്പറോട്ട് അങ്ങ് ചാടയാണ്. ഞാൻ അവിടെ വണ്ടി പോലെ നിൽക്കുമ്പോ നീ ഒറ്റയ്ക്ക് മാസ് കാണിക്കണ്ടെന്ന് വെച്ച് കാറും കൊണ്ട് ട്രെയിനിൽ ചാടിയപ്പോഴത്തേക്ക് വണ്ടിക്കകത്തിരുന്ന കൊച്ചു തെറിച്ചു പോയപ്പോ എൻറ്റിആർ വന്ന് രക്ഷിക്കും. എന്നിട്ട് തൊട്ടടുത്തൊരു സീനിൽ ഇതാണ് കാണണം. ഇത് കണ്ട് ലോജിക്ക് മറന്നു പോയിട്ട് സീറ്റിൽ തന്നെ മൂത്രം വെച്ച് വെച്ചാണോ ആൾക്കാരൊക്കെ. സംഭവം ഇതൊക്കെ ഗ്രീൻ സ്ക്രീൻ ആണെങ്കിൽ നല്ല കൺവിൻസ് ആയി എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ പോട്ട് ഞാൻ നോക്കുമ്പോഴേ 250-300 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ട്രെയിനിന്റെ മോളിൽ കൂടെ എൻറ്റിആർ സ്ലോ മോഷനിൽ ഓടണം. എന്തായാലും വലയിട്ട് സ്പൈഡർമാൻ ട്രെയിൻ പിടിച്ചിരുത്തിയാണൊക്കെ പറ്റാത്തോണ്ട് എൻറ്റിആർ ബോഗ് വേർപ്പെടുത്തി പാസഞ്ചേഴ്സിനെ എല്ലാരും രക്ഷിക്കുകയും ചെയ്യും. നമ്മുടെ ഋതിക് റോഷൻ തന്നെ വെറുതെ വിടുകയും ചെയ്യും. അവിടുന്ന് സാഹസികമായി രക്ഷപ്പെട്ട കബീറിന് അടുത്ത ടാർഗറ്റിനെ കൊടുക്കുകയാണ്. ദേണ്ട ഈ ഫോട്ടോയിൽ കാണുന്ന അണ്ണൻ. അത് കഴിഞ്ഞതും അടുത്ത സീനിൽ തന്നെ ലൊക്കേഷൻ ചേഞ്ച് ആയി. ഇത് വേറൊരു രാജ്യത്താണ്. ഇത് ഏത് രാജ്യം എന്ന് വെച്ചാൽ ഇത് ഗ്രീസ്, ഇറ്റലിയോ എവിടെയെങ്കിലും ഡാൻസ് കളിക്കാൻ വേണ്ടി മാത്രമാണ് ഇവർ അവിടെ പോകണം. അവിടെ നമ്മുടെ റോഷനും എൻറ്റിആറും മുഖാമുഖം കണ്ടിരുന്നിട്ട് പറയും, ഇത്രയും നന്നായിട്ട് ഡാൻസ് കളിക്കുന്നത് നമ്മൾ അങ്ങ് സൗത്ത് നിന്ന് നോർത്ത് നിന്ന് മണ്ണ് ഒരു സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ ഒരു ഡാൻസ് കളിക്കാതെ എങ്ങനെയാണ് പോവുക? ഏത് പാട്ട് മാറിപ്പോടാ. അതാണ് ഇപ്പൊ കറക്റ്റായി. ശേഷം ഇത്ര നേരം തറയിൽ കിടന്ന അടികൂടിയില്ലേ, ഇനി കുറച്ച് വായുവിൽ നിന്നൊരു ഫൈറ്റ് ആക്കാന്ന് കരുതി. എടാ, അത് സ്റ്റെൽത്ത് ബോംബറല്ലടാ മുകളിൽ കൂടെ പോണ. കാര്യത്തിലോട്ട് വരാം. ഋതിക് റോഷനും നമ്മുടെ എൻറ്റിആറും കൂടി കിടന്നേ പറക്കുന്ന ഫ്ലൈറ്റിൽ വള്ളിയിൽ കെട്ടിത്തൂങ്ങിയ അടി കൂടിയാണ് ഗൈസ്. ഇവിടെയാണ് സിനിമയുടെ ഒരു ട്വിസ്റ്റ് നടക്കുന്നത്. ഇത്രയും സമയം ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന നമ്മുടെ എൻറ്റിആർ ആണ് ശരിക്കും ഈ സിനിമയിലെ വില്ലൻ. അതെ ഗൈസ്, ആ ലേസർ ഇട്ട് വന്ന അണ്ണന്മാരില്ലേ, അവരുടെ കൂട്ടത്തിലുള്ള മെയിൻ ആളാണ് നമ്മുടെ എൻറ്റിആർ. ശരിക്കും ഇവർ രണ്ടുപേരും ആരാണെന്ന് അറിയാമോ? ഇവർ ഒടുക്കത്തെ ചങ്ങാതിമാരായിരുന്നു കുഞ്ഞിലെ. പുള്ളി ആ ഫ്ലൈറ്റിന്റെ ഡോറിൽ നിക്കണം നോക്കിയാണ്. ബസ് കൂലിക്ക് പൈസ ഇല്ലാത്തോണ്ട് ടിക്കറ്റ് എടുക്കാതെ ഫുട്ബോളിൽ കള്ളവണ്ടി കയറി നിൽക്കൂലേ ബസ്സിൽ. അടുത്ത സ്റ്റോപ്പിൽ പെട്ടെന്ന് ഇറങ്ങി പോകാൻ അതേ ലാഘവത്തോടെ അല്ലേ മണിക്കൂറിൽ 1000 കിലോമീറ്ററിൽ പറന്നു പോകുന്ന ഫ്ലൈറ്റിന്റെ ഡോർ കയറി അങ്ങനെ നിക്കണം. എടാ, എവറി ആക്ഷൻ ഹാസ് എ ഓപ്പോസിറ്റ് ആൻഡ് ടെറിബിൾ റിയാക്ഷൻ എന്ന് പഠിച്ചിട്ടില്ലേ? എന്ന് വെച്ചാൽ കാറ്റടിച്ചിട്ട് എന്താ നീ അനങ്ങാത്ത? ഇതാണ് അവരുടെ കുട്ടിക്കാലം. നമ്മുടെ ഋതിക് റോഷൻ ഒരു മൊണ്ണയായിരുന്നു ആ സമയത്ത്. എൻറ്റിആർ ഒരു കില്ലാടി. ഇവർ രണ്ടുപേരും ഭയങ്കര ചങ്ങാതിമാരായിട്ട് വളരുകയാണ്. 2 അനാഥരും ഗുണ്ടകളല്ലാത്തതുമായ 2 കുട്ടികളാണ് ഇവർ. ഒരു ദിവസം ഒരു കടയിൽ മോഷണം നടത്തുന്നതിനിടെ ഇവരെ പോലീസ് പിടിക്കുകയാണ്. എന്നിട്ട് ജുവനൈൽ ഹോമിൽ കൊണ്ടുപോയി അടയ്ക്കും. അപ്പോഴാണ് അവിടെ ജുവനൈൽ ഹോമിലെ കഴിവുള്ള പിള്ളേരെ പട്ടാളത്തിൽ ചേർക്കാനായിട്ട് നമ്മുടെ നേരത്തെ ചത്തുപോയ അണ്ണം വരുന്നത്. എല്ലാ ടെസ്റ്റുകളിലും 1ാം നമ്പർ വാങ്ങിച്ച് പാസ്സായിട്ടും നമ്മുടെ എൻറ്റിആറിനെ പട്ടാളത്തിലേക്ക് സെലക്ട് ചെയ്തില്ല. കാരണം അവന്റെ സ്വഭാവം അത്ര ശരിയല്ലെന്ന്. പക്ഷെങ്കിൽ നമ്മുടെ ഋതിക് റോഷനെ സെലക്ട് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യും. അല്ല, അതെന്തായാലും കൊള്ളാടെ. എല്ലാത്തിലും ജയിച്ചാലും സ്വഭാവം ശരിയല്ലെന്ന് പറഞ്ഞിട്ട് അവനെ മാറ്റിയത് എന്തായാലും നന്നായി. ജന്മനെ തന്നെ ഒടുക്കത്തെ മൂഡ് സിങ്സ് ഉള്ള പയ്യനാണ് നമ്മുടെ എൻറ്റിആർ. അതുകൊണ്ട് തന്നെ ഈ വിഷയം കാരണം അവര് തമ്മിൽ തെറ്റും. എൻറ്റിആർ പറയും, എന്നെ എടുക്കാത്തോണ്ട് നീയും പോണ്ട, നമുക്ക് ഒരുമിച്ച് ഇവിടുന്ന് ജയിലടി പോവാന്ന് പറയും. അപ്പൊ കബീർ പറയും, പറ്റൂല,
എനിക്ക് വലിയ സ്പൈ ഒക്കെ അവളെയാണ്. എന്നാലേ യാഷരാജ് യൂണിവേഴ്സിൽ പോയിട്ട് SRKയുടെയും ബായിജാന്റെയും ഒക്കെ കൊളാബടിച്ച് പടം ചെയ്യാൻ പറ്റുള്ളൂ. അത് കേട്ടത് എന്റെ പറയും നീ എന്റെ കൂട്ടുകാരല്ല, യു ആർ മൈ എനിമി എന്ന് പറഞ്ഞ് അവ അങ്ങ് പോകും. തൊട്ടപ്പുറത്തെ സീനിൽ നമ്മൾ കാണുന്നത് ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യുന്ന ആ വലിയ കില്ലാടി ഡോണില്ല, അവനെ നമ്മുടെ ഗ്രീക്ക് ഗോഡ് പിടിച്ച് കെട്ടിയിട്ടൊക്കെയാണ് വായിൽ പ്ലാസ്റ്റിക് ഒട്ടിച്ച്. വളരെ സിമ്പിളായി ഞാൻ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സംഭവം ഈ മിഷന് വേണ്ടി, അതായത് ഈ കിടിലങ്ങളെല്ലാം കണ്ടുപിടിച്ച് തീർക്കാനായിട്ട് നമ്മുടെ കബീർ ഇത്ര നാൾ അണ്ടർഗ്രൗണ്ടിലായിരുന്നു. അയാളുടെ നിർദ്ദേശപ്രകാരമാണ് ഈ പണിക്ക് നമ്മുടെ കബീർ ഇറങ്ങുന്നത്. അയാളെ തന്നെ അവസാനം കൊല്ലേണ്ടി വരും. ഇതെല്ലാം നമ്മുടെ കിയാര അദ്വാനിയുടെ അടുത്ത് കബീർ പറഞ്ഞ് അവളെ മനസ്സിലാക്കിക്കും. പക്ഷെ ഇവരുടെയൊക്കെ ഗ്യാങ് ലീഡർ നമ്മുടെ NTR ആണെന്നുള്ള കാര്യം പിന്നീടാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ എനിക്ക് മനസ്സിലാക്കാത്ത ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? ഇന്ത്യൻ റോയുടെ ഏജന്റ് ആയിരുന്നു നമ്മുടെ ഈ കബീർ. അവർ റോയെ പറ്റിച്ച് അവരെയൊക്കെ ആന്റി നാഷണൽ ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഇവർ രാജ്യം വിടുന്നു. എന്നിട്ട് തോന്നുമ്പോൾ രാജ്യത്തിനകത്ത് വരുന്നു. NTR ആണെങ്കിൽ റോയ്ക്ക് അകത്ത് കയറി വർക്ക് ചെയ്യുന്നു. എന്നിട്ട് അവനാണെങ്കിൽ ആന്റി നാഷണൽ പരിപാടി കാണിക്കുന്നു. അല്ലെ എനിക്ക് അറിയാൻ മേത്ത് ചോദിക്കുകയാണ്, ഈ റോയൊക്കെ ഇത്രയ്ക്ക് നിസ്സാര കാര്യമാണ്? അവിടെ ഇരിക്കണമാർക്കൊന്നും ബുദ്ധിയില്ലേടേ? എടാ, ലോകത്ത് തന്നെ ഏറ്റവും വലിയ പവർഫുൾ ഏജൻസികൾ ഓർമ്മയാണ് റോയൊക്കെ. അതിനകത്തൊക്കെ ഇത്ര ഈസി ആയിട്ട് നുഴഞ്ഞേറാനും ഇറങ്ങി പോകാനൊക്കെ പറ്റുമെങ്കിൽ പിന്നെ അതൊക്കെ എന്തിന്? എന്തായാലും പിടിച്ചു വെച്ച വില്ലനെ NTR വന്ന് രക്ഷിച്ച് അവിടെ ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ കയറി തർക്കോത്തരം പറഞ്ഞ് ആ വില്ലനെ NTR വെടിവെച്ചങ്ങ് കൊല്ലും. ഈ ഗ്യാപ്പിൽ അവിടെ കിടന്ന ഒരു ബോട്ട് എടുത്ത് ചാടി കബീർ രക്ഷപ്പെടും. NTR വിടൂല, പുറകെ പോകും. പിന്നെ ഇവിടെ മാനം മര്യാദ ഉള്ളവർക്ക് ഈ ബോട്ട് ഫൈറ്റ് കണ്ട ഓർഗാസം വന്നു. അമ്മാതിരി ഫൈറ്റ് ആണടേ. NTR കടലിൽ നിന്ന് നേരെ ബോട്ട് കൊണ്ട് റോക്കറ്റ് പോലെ തീയും കത്തിച്ചിട്ടേ F1 റേസ് നടക്കുന്ന ട്രാക്കിൽ കൂടെ ബോട്ട് ഓടിക്കണ്. അതും വെറുതെ ഡ്രിഫ്റ്റ് വരെ ചെയ്തു പോണ്. ഈ പടത്തിൽ മുഴുവൻ അമാനുഷികമായ കാര്യങ്ങളാണ് ഗൈസ്. ഇനി പോകാൻ രാജ്യമൊന്നുമില്ല. ഇതാണെങ്കിൽ അങ്ങ് ദുബായിലാണ് നടക്കണത്. യോമാർ രണ്ട് ഇന്ന് കൊച്ചിയിലാണെങ്കിൽ നാളെ കോത്തടത്ത്, മറ്റന്നാ നെയ്റോബിയിലാണെങ്കിൽ അതിന്റെ പിറ്റേന്ന് നെയ്യാറ്റിൻകര. അവിടുത്തെ ഫൈറ്റ് കഴിഞ്ഞ അവശനായ നായകൻ അദ്വാനിക്ക് ഒരു ഫ്ലൂറസെന്റ് കളർ ബിക്കിനി വാങ്ങിച്ചു കൊടുത്ത്, ഞാനൊരു ഒറ്റ സെക്കൻഡ് ഒന്ന് മൗനം പാലിച്ചോട്ടെ. കഴിഞ്ഞ നായകനും നായികയും കൂടെ ഒരു സ്ഥലത്ത് ട്രാപ്പ് ആകുമ്പോ എല്ലാവരോടും ചേർന്ന് വെടിവെക്കുമ്പോ അവിടെ ഒരാൾ ക്യാമിയോയിൽ വരും. അത് മറ്റാരുമല്ല ഗൈസ്, ആ വലിയ പാറ്റൻ ടാങ്കോട്ട് വരുന്നത് നമ്മുടെ അനിൽ കപൂർ ആണ്. അതെന്താടാ ഈ സ്പൈ യൂണിസിൽ ബായിജാൻ SRK ആരെങ്കിലും ഒരാളെ കൊണ്ടുവരാത്ത? അതെന്ത് ഋതിക് റോഷന്റെ പടമായിട്ട് അവന്മാര് വരൂലേ? അറ്റ്ലീസ്റ്റ് ദിലീഷ് പോത്തനെങ്കിലും കൊണ്ടുവന്നുണ്ടായിരുന്ന. ഇങ്ങനെന്തിന്? ടെററിസ്റ്റ് ഗ്രൂപ്പിന്റെ മെയിൻ ടാർഗറ്റ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അപ്പൊ അവരെ കൊല്ലാട്ട് ഒരു ടീമിനെ അങ്ങ് വിട്ടുകൊടുക്കുമേ. അതേസമയം ജൂനിയറിന്റെ ഡർക്കിയൊക്കെ ജീത്തെന്നും പറഞ്ഞ ഒരു ഇഗ്ലൂവിനകത്ത് കയറിയിരിക്കും. പിന്നെ അവിടെ നായകനും വില്ലനും തമ്മിലുള്ള കൊടൂര ഘോര ഫൈറ്റ് ആണ്. ഫൈറ്റ് ചെയ്ത് ഓമാര് കിസടിക്കോ? ഋത്തിക്ക നീ ഇതെന്താ ഇങ്ങനെ നോക്കണ? ഫൈറ്റിനൊടുവിൽ കുത്തുകൊണ്ട് ചാവാൻ തന്നെ NTR ഒരു കൂറ സെന്റി മേടിച്ച് ഋത്തിക് റോഷന്റെ കൂടെ ഒക്കെ ഫൈറ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ എങ്ങനെ മരിക്കണം? അത് ശരിയായ ഒരു കാര്യം അല്ലേ? തന്നെ സൗത്ത് ഇന്ത്യയിൽ ഇത്രയും വലിയ നടയില്ല, എന്നെ അങ്ങനെ കൊല്ലാനൊന്നും പറ്റൂല കേട്ടാ. ലോകത്തിന്റെ മുന്നിൽ ചത്തൊന്നും വരുത്തി കുത്തുകൊണ്ട് ബോധം പോയ NTRനെ തോളിട്ട് തൂക്കി ഋതിക് റോഷൻ അങ്ങനെ നടന്നു നീങ്ങുകയാണ്. പിന്നീട് ഇവർ രണ്ടുപേരും കൂടി ലോകം മൊത്തം കറങ്ങി വില്ലന്മാരായ ഗ്യാങ് മെമ്പേഴ്സിനെ എല്ലാരും തീർക്കും. അങ്ങനെ വില്ലനായിരുന്ന ജൂനിയർ NTR നല്ലവനായി മാനസാന്തരപ്പെട്ട് യാഷരാജിന്റെ സ്പൈ യൂണിവേഴ്സിലേക്ക് എൻട്രി ആവുകയാണ് ഗൈസ്. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി ഹാർഡ് ഡൈവേഴ്സിൽ കയറി രണ്ട് വഴിക്ക് പിരിയുകയാണ്. പോണ വഴിക്ക് അവരൊരു ഫാമിലി മാനെയും കണ്ടുവിട്ടു. അത് മറ്റാരുമല്ല, വിൻ ഡീസൽ. അല്ല, ഈ യൂണിവേഴ്സിൽ അങ്ങേരും വരുമെന്നൊക്കെയാണ് കേട്ട. ഇതൊരു ഫാമിലി കഥയായി മാറുകയാണല്ലോ ഇനി അങ്ങോട്ട്. സഹൃദയരെ, ധനുഷിന്റെ കരിയറിൽ തന്നെ ഇറങ്ങിയതിൽ വെച്ച് മനുഷ്യനെ ക്ഷമ പരീക്ഷിക്കുന്ന, തിയേറ്ററിനകത്തിരുന്ന് വിഷം കുടിച്ച് ചാവാൻ വേണ്ടി തോന്നിപ്പിക്കുന്നതുമായ ഒരു സിനിമയാണ് ഇത്. നോക്കൂ, ആവിഷ്കാര സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യവും വ്യത്യസ്തമാണ്. അത് ഓരോ വ്യക്തികളിൽ നിന്ന് മാറിക്കൊണ്ടേയിരിക്കും. അതിനാൽ തന്നെ ഈ സിനിമയെ പറ്റി ഞാൻ പറയുന്നത് എന്റെ അനുഭവം മാത്രമാണ്. നിങ്ങൾക്കത് വ്യത്യസ്ത അനുഭവം തന്നിരിക്കാം. ഏതാണ്ട് 120-150 കോടി മുതലാക്കിയെടുത്ത ഈ തെണ്ടിക്കഥ ബോക്സ് ഓഫീസിൽ വെറും 130 കോടിയാകണ്ടേ കളക്ട് ചെയ്തിട്ടുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതൊരു തെണ്ടിക്കഥയാണെങ്കിലും ഒരു കോടിക്കഥ കൂടിയാണ്. ശരി, വരും നമുക്ക് സിനിമയിലേക്ക് കടക്കാം. തുടക്കം കാണിക്കുന്നത് ഇന്ത്യയുടെ ഏതോ ഒരു ഓണങ്കേറ മൂലയിൽ 14 ട്രില്യനോളം ഓയിൽ റിസർവ് കണ്ടെത്തുന്നതിൽ നിന്നാണ്. അതും നിലവിലെ ഏറ്റവും പ്യൂറസ്റ്റ് കിഡിലും സാധനം. ഇനി ഈ പടം നിറയെ 14 ട്രില്യന്റെ കണക്കും 1 ലക്ഷം കോടി ബ്ലാക്ക് ആൻഡ് വൈറ്റ് മണി ധനുഷിന്റെ കാർഡ് ഓട്ടവുമാണ് മുഴുവൻ. ഇനി നിങ്ങൾ ഈ കാണുന്ന ആളില്ലേ, ഒരു വലിയ കോർപ്പറേറ്റ് മുതലാളിയാണ്. ഇങ്ങനെയാണ് ഈ വിവരം വിളിച്ച് അറിയിക്കുന്നത്. പക്ഷെ ഇതൊക്കെ ഏറ്റെടുക്കുന്നത് ഗവൺമെന്റ് ആണല്ലോ. ഇങ്ങനെ ഒരു സംഭവം കിട്ടിയ വിവരം നമ്മുടെ മിനിസ്റ്ററെ അറിയിക്കുന്നു. ആരാണ് മിനിസ്റ്റർ? രമേശ് പിഷാരടി, അല്ല ഹരീഷ് പേരാടി. ഇത് പുറത്തറിയാതിരിക്കാനായിട്ട് അവർ തമ്മിലൊരു ഡീൽ ഉണ്ടാക്കും. എന്നിട്ട് അവിടെ ജോലി ചെയ്ത പാവങ്ങളെ മൊത്തം ബോംബിട്ട് കൊല്ലും. ഏതാണ്ട് 15
15 വർഷത്തേക്ക് നിർത്താതെ കുഴിക്കാനുള്ള ഓയിലാണ് അവിടെ നിന്ന് കണ്ടെത്തിയത്. ഇനി മിനിസ്റ്റർ രമേശ് പിഷാരടി ഹരീഷ് പേരാടി പറയും, നമ്മൾ ഈ ഡീല് നിങ്ങൾക്ക് തരാം കോർപ്പറേറ്റ്, പകരം 1 ലക്ഷം കോടി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് നമുക്ക് നിങ്ങൾ തരണം. ഇന്ത്യ ഒരു വലിയ രാജ്യമല്ലേ, കുറച്ചധികം കള്ളന്മാരെ കാണുമല്ലോ, അതുകൊണ്ട് ഇത് ചെറിയൊരു എമൗണ്ട് മാത്രമല്ലേ നിങ്ങൾക്ക് തരൂ. പക്ഷേ 50,000 വൈറ്റ് ആയിട്ട് 50,000 ബ്ലാക്ക് ആയിട്ട് കൊടുക്കേണ്ട കാര്യം എന്തെന്ന് എനിക്ക് മനസ്സിലായില്ല. അതെന്തെങ്കിലും ആകട്ടെ, ഈ പണി വെടിപ്പായി ചെയ്യാനാണ് നമ്മുടെ നാഗാർജുനെ കൊണ്ടുവരുന്നത്. അയാൾ ഒരു CBI ഓഫീസർ ആയിരുന്നു, പക്ഷേ സിസ്റ്റം അങ്ങേര് ചതിച്ചെന്ന് കണ്ണന്തിരിവ് കാണിച്ച് ജയിലിനകത്തായിട്ട് ഇപ്പൊ ഉസ്തി ഇരിക്കുകയാണ് അതിനകത്ത്. എന്തെങ്കിലും താൻ നിരപരാധിയാണെന്ന് സിസ്റ്റം തെളിയിക്കുമെന്ന് വിചാരിച്ച് അതിൽ പ്രതീക്ഷയോടെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കോർപ്പറേറ്റ് മുതലാളി വന്ന് ഒരു ഡീൽ പറയുന്നത്, നിന്നെ നമ്മൾ പുറത്തിറക്കി തരാം, പകരം നീ എനിക്ക് വേണ്ടി പണിയെടുക്കണം. കാര്യം ഇല്ലീഗൽ ആയതുകൊണ്ട് ആദ്യം അങ്ങേര് സമ്മതിക്കില്ല. ഇവിടുത്തെ സിസ്റ്റം നമ്മൾ രക്ഷിക്കുമെന്ന് പറഞ്ഞ് കയ്യിൽ ചങ്ങലേക്ക് ഇട്ടുകൊണ്ട് പോണത്, ശരിക്കും ഇങ്ങനെ ചങ്ങലേക്ക് ഇട്ടുകൊണ്ട് പോകേ ഞാൻ ഇവിടെ കണ്ടില്ല. പക്ഷെ ഈ വിധി അങ്ങേർക്കെതിരായിരുന്നു. അതായത് ഈ സിനിമയിൽ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ, ഇതിൽ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് എല്ലാം കറപ്റ്റഡ് ആണ്, പിച്ചതണ്ട ഇരിക്കുന്നവർ ഒഴുകി. വിധി എതിരാവാൻ കാത്തുന്ന പോലെ നമ്മളെ കോർപ്പറേറ്റ് മുതലാളെ വിളിച്ച് അങ്ങേര് പുഷ്പം പോലെ ഇവനെ പുറത്തിറക്കും. ഇനിയാണ് കഥ മാറുന്നത്. നാഗാർജുനൻ ചോദിക്കും, എന്തിനാണ് എന്നെ ഇറക്കിയത് വെളിയിൽ? അപ്പൊ അവർ പറയും, കൂടുതൽ ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ട, പറയണം അങ്ങോട്ട് കേട്ടാൽ മതി. ഇച്ചിരി നിസ്സാരമായ 1 ലക്ഷം കോടി വൈറ്റും ബ്ലാക്കും ആയിട്ട് മാറ്റി തരണം, അതാണ് നിന്റെ പണി. അല്ലാതെ ഇവിടെ മൈത്രേന്റെ ഇന്റർവ്യൂ ഒന്നുമല്ല നടക്കണം. അങ്ങനെ ആരെയും പിടിക്കാതെ ആർക്കും ഒരു ഹാനികരമില്ലാതെ അവർ തിരഞ്ഞെടുക്കുന്ന ഐഡിയ ആണ് 4 പിച്ചക്കാരെ കണ്ടെത്തുക, എന്നിട്ട് അവരുടെ പേരിൽ ഇന്ത്യക്ക് വെളിയിൽ കമ്പനി രജിസ്റ്റർ ചെയ്ത് സ്വിസ് ബാങ്കിൽ അക്കൗണ്ട് തുറന്ന് അതുവഴി പണം ഇന്ത്യയിലേക്ക് അയച്ചാൽ പണം വൈറ്റ് ആയില്ലേ? ബ്രില്യന്റ് ഐഡിയ. അങ്ങനെ അതിനെ അവർ ആദ്യം കണ്ടെത്തുന്ന ആളാണ് ധനുഷണ്ണൻ. ധനുഷണ്ണൻ ഒരു പിച്ചക്കാരനാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ പിച്ചക്കാരുടെ അവസ്ഥയൊക്കെ കാണിക്കുന്നത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നോക്കൊന്നും മരിച്ച ബോഡി പോലും ദഹിപ്പിക്കാൻ സ്ഥലമില്ലാത്ത രാജ്യമാണോ ഇന്ത്യ? പാവങ്ങൾ ചവറുകുന്നിയിൽ കൊണ്ടുപോയാണ് ഒരുത്തിന്റെ ബോഡി കത്തിക്കുന്നത്. അപ്പോഴാണ് ജോലി വാഗ്ദാനം ചെയ്ത് 2 അണ്ണന്മാർ അവിടെ വരുന്നത്. ധനുഷ് അവരോട് കയറി പോവുകയും ചെയ്യും. എന്താണ് ജോലി ഒന്നുമില്ല, തിന്നാനും കുടിക്കാനും കിട്ടിയാൽ മതിയല്ലോ. ഇനി 2ാമത്തേതാണ് ഇവൻ, 3ാമത്തേത് ഇവൻ, 4ാമത്തേത് ഈ പെണ്ണ്. ഇതാണ് 4ാമത്തെ ആള്. ചുമ്മാ അങ്ങനെ പടങ്ങ് പോയാൽ മതിയാ, പാവങ്ങളുടെ മേൽ കുതിര കയറുന്നത് കാണിച്ചാലല്ലേ ഒരു ഗുമ്മുള്ളു. അതിനുവേണ്ടി ഒരു വില്ലൻ വന്ന് ഒരുത്തിന്റെ പല്ല് പിഴുതെടുക്കും ഇവന്റെ. പക്ഷെ അത് നാഗാർജുന ഇഷ്ടപ്പെടില്ല. ഇനി ഇവരെല്ലാരും വലിയൊരു കോർപ്പറേറ്റ് മുതലാളിമാരെ പോലെ ആക്കി എടുക്കണ്ടേ? ആർക്കെങ്കിലും എഴുതാൻ അറിയാമെന്ന് ചോദിക്കുമ്പോൾ ധനുഷ് വന്ന് എന്തോ എഴുതി കാണിക്കും. സംഭവം അത് വേറെ ഒന്നുമല്ല, ധനുഷിന് ഭയങ്കര ഒബ്സർവേഷൻ സ്കിൽ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ചുമറിൽ എവിടെയോ എഴുതി വെച്ചിരുന്ന കാര്യം കണ്ട് മനസ്സിലാക്കി അത് അതേപോലെ ഒപ്പിയെടുക്കുന്നതാണ്, അല്ലാതെ എഴുതാൻ വായിക്കാനെന്ന് പറഞ്ഞൂടാ. ഇനി നിങ്ങൾ 1 ലക്ഷം കോടി കണ്ടുണ്ടാ, ഇതാണ് 1 ലക്ഷം കോടി കണ്ടോ? അതൊക്കെ ജോക്കർ, ഇതൊക്കെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചെങ്കിൽ. ഇനി ഇത്രയും പണമാണ് 50,000 വൈറ്റ് 50,000 ബ്ലാക്ക് വൈറ്റ് ഇവർക്ക് മാറ്റേണ്ടത്. അതിനിടയിൽ ഇവൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാമെന്ന് പറഞ്ഞ ഒരുത്തം വിളിച്ചോണ്ട് വരും. 10 rupees please sir, please sir, mother missing sir. പാവം വെൽക്കം ടു ഊട്ടി നൈസ് ടു മീറ്റ് യു പോലെ 2 വാക്കേ അവനെ അറിയാവൂ. പാവം തെറ്റിദ്ധാരണ, അത്രേ ഉള്ളൂ. എന്തായാലും കുളിയും നനയൊന്നും ഇല്ലായിരുന്നു ഇവരെല്ലാരും ഉരച്ച് കഴുകി വൃത്തിയാക്കി നല്ല കുട്ടപ്പന്മാരാക്കി എടുക്കും. എന്നിട്ട് ഒപ്പ് വരെ ഇടാൻ പഠിപ്പിക്കും. എടാ പാവങ്ങളെ മുമ്പ് വെച്ച് ഭക്ഷണം തട്ടിക്കളയടാ. പിന്നെ അവരെ കോർപ്പറേറ്റ് മുതലാളികളെ പോലെ ആക്കാനായിട്ടുള്ള ഒരുപാട് ട്രെയിനിങ് അവിടെ നടത്തുന്നുണ്ട്. പിച്ചക്കാരനാണെങ്കിലും ധനുഷ് വ്യത്യസ്തനാണെന്ന് അറിയിക്കാനായിട്ട് പൈസ കൊടുക്കുന്ന ഒരു സീൻ കണ്ടോ നിങ്ങൾ? എല്ലാരും പോയി പൈസ ഇരന്ന് വാങ്ങുമ്പോൾ ധനുഷണ്ണ മാത്രം പോകില്ല, ആറ്റിറ്റ്യൂഡ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ആ ജിം സർബ് എന്ത് ലുക്കല്ലേ കാണാൻ. കോർപ്പറേറ്റ് മുതലാളി അങ്ങനെ കറക്റ്റ് ഒരു കോർപ്പറേറ്റ് മുതലാളി തന്നെയല്ലേ. ഈ പടം ഏതാണ്ട് 3 മണിക്കൂർ ദൈർഘ്യമുണ്ട്. ശരിക്കും ഞാൻ ഇങ്ങനെ അത് പറഞ്ഞുകൊണ്ട് പോണതാണ് നിങ്ങൾക്ക് ലാഗ് അടിക്കാത്തത്. അമ്മയാണ് നിങ്ങൾ തിയേറ്ററിൽ നിന്ന് കണ്ടിരുന്നെങ്കിൽ പുഴുത്തനെ. ഇനി നാഗരാജു അറിയാതെ ഇവരിന്റെ കൂടെ വേറൊരു പ്ലാൻ ഇടുന്നുണ്ട്. അതായത് പൈസ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവരെല്ലാരും കൊല്ലുക. ബിരിയാണിയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് പാവ ഇങ്ങനെ ആരെങ്കിലും കടലിൽ വീണ അപ്പ തിന്നാന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ഒരു സ്രാവിന്റെ വായിലോട്ട് ഇവനെ എടുത്തങ്ങിട്ട് കൊടുക്കും. ഇങ്ങനെ നീ എന്തിനു ചെയ്തടാ കോർപ്പറേറ്റ് മുതലാളി എന്ന് ചോദിക്കാനായിട്ട് നാഗരാജ് വരുമ്പോ ഡാർക്കടാ നിന്നെ ചുമ്മയല്ല അതിനകത്ത് തന്നെ ഇറക്കൊണ്ടുവന്നത്. നിന്റെ ഫാമിലിയോടെ ജീവിക്കണോ അതാ ഈ തെണ്ടികൾക്ക് വേണ്ടി നീയും ചാവണോ എന്ന് ചോദിക്കും. അതോടുകൂടി ആ മൊറാലിറ്റിക്ക് അവിടെ അങ്ങ് അവസാനിക്കും. അങ്ങനെ പാവ ഈ 2ാമത്തവനെയും കൊല്ലും. പിന്നെ പടം ഒന്ന് കുഴപ്പിക്കാനായിട്ട് എല്ലാ സിനിമയിലും ഇതുപോലെ ഒരു ക്രൂരം കാണുമല്ലോ. അവനെ ഈ ഗർഭിണിയായിരിക്കുന്ന പെണ്ണിനെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു. നീ ആരടാ ഗോവിന്ദ ചമ്മിക്കുണ്ടായതാ. പക്ഷെ ധനുഷ് അവരെ ബാത്റൂമിനകത്ത് കയറ്റി രക്ഷിക്കും. പിന്നീട് പിറ്റേ ദിവസം ധനുഷിന്റെ ഊഴമാണ്. ധനുഷ് ഇന്നലെ രാത്രി നിന്ന് കാബാലികത്തൊക്കെ പറയാനായിട്ട് വരുമ്പോൾ അതൊന്നും കേൾക്കാത്ത നാഗരാജ് അവനെ വിളിച്ചോണ്ട് പോയി ഒപ്പിടിപ്പിക്കും. എന്നിട്ടൊരു പെട്ടി നിറച്ച് പണവും ഗോൾഡും ഒക്കെ ആയിട്ട് ഇത്രയും പൈസ എന്നൊക്കെ പറഞ്ഞാൽ ഇതിനകത്തൊന്നും ആരും അടിച്ചു മാറ്റിയില്ല. ഒന്നും തെണ്ടി നടന്ന് ഇവനൊക്കെ പൈസയുടെ ആക്രാന്തം ഇല്ലെന്നത് എങ്ങനെയാണ് ഇത് എടുത്തോണ്ട് ഓടണ്ടേ അതൊക്കെ അപ്പോഴേ. എന്നിട്ട് അന്നേ ദിവസം രാത്രി ധനുഷിന് ചാവാനുള്ള ഊഴം വരുമ്പോൾ യെസ്റ്റർഡേ രാത്രി നടന്ന സംഭവം നാഗരാജുനോട് പറയും. അങ്ങനെ ചോദിക്കാൻ ചെല്ലുമ്പോൾ മറ്റേ ഒരു ചോദ്യം ചോദിക്കുമേ, മഹാത്മാവാ? അങ്ങനെ ചോദിക്കി അത് ചോദ്യം. പിന്നല്ലാതെ അവ രാജ്യസഭനല്ലേ ചെയ്യണത്. വില്ലന്മാർക്ക് എന്ത് എത്തിക്സ് മണ്ണേ. ഇനി ഇതിനിടയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ധനുഷിനെ കൊല്ലാൻ കൊണ്ടുപോകുന്ന വഴിയാണ് അറിയുന്നത് ധനുഷ് നടത്തിയ ട്രാൻസാക്ഷൻ സെറ്റ് ആയില്ലെന്ന്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പാട ഒരു ഓട്ടമാണ്. ഓടി ധനുഷ് വന്ന് രാഷ്മിക മന്ദാര എടുത്തൊന്ന് കയറും. അവള് സഹതാപം തോന്നി ഇച്ചിരി വെള്ളം ഒരു മഞ്ചും കൊടുക്കും. പിന്നെ ഇവ ഒരു ശല്യമാണ്. അവള് പറയുകയാണ് എപ്പോഴും ഡോറ ബുജിയും കൊണ്ട് മാപ്പില്ലാതെ ഓടുന്ന പോലെയാണ് ഈ സിനിമ. അങ്ങോട്ട് ഇനി ധനുഷ് പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ഓടും. അവന്റെ പുറകെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. ഓട്ടം എന്ന് പറഞ്ഞാൽ സത്യമായിട്ടും പറഞ്ഞാൽ ഈ ഓട്ടം തന്നെ ഓട്ടം. ലാഗെന്നൊക്കെ ഉണ്ടല്ലോ, ലാഗെന്നൊക്കെ ചുമ്മാ പറഞ്ഞാൽ പോരാ. 3 ദിവസം മരത്തോടി മാത്രം കഴിച്ചിട്ട് ബാത്റൂമിൽ പോയിരുന്ന ഉണ്ടാവണ ഒരു തരം ലാഗില്ലേ, അയ്യോ അതിനേക്കാളും വലിയ ലാഗ്. പിന്നെ ധനുഷ് ശ്രീവലിയുടെ പുറകെ നടക്കുന്നു. ഈ പെണ്ണ് ട്രാൻസാക്ഷൻ ചെയ്ത ശേഷം അവളെ കൊല്ലണമല്ലോ. അപ്പൊ വയറ് പൊക്കണ്ട, നമുക്കറിയാം പൊക്കണ്ട. അതിനിടയിൽ 2 പിച്ച് എടുക്കുന്ന പിള്ളേർക്ക് വേണ്ടി ധനുഷിന്റെ പിച്ച് സ്കില്ല് കാണിക്കുന്ന സീനൊക്കെ ഉണ്ട് കണ്ടോ. ഇതിലൊക്കെ DSP നല്ല മ്യൂസിക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല മ്യൂസിക്
തന്നെയാണ് കേസ്. അത് ഞാൻ പറയും. നിങ്ങളൊന്ന് നോക്കണേ, നമ്മളിവിടെയൊക്കെ ട്രാഫിക് സിഗ്നലിലൊക്കെ ഇതുപോലെ ആരോഗ്യമുള്ളവരൊക്കെ വന്നിട്ട് തെണ്ടണത് എന്താണെന്ന് അറിയില്ല, എന്ത് സൈക്കോളജി ആണെന്ന് അറിയില്ല. ആരെങ്കിലും വന്ന് കൈ നീട്ടിയ 1-2 രൂപയിൽ നമ്മൾ കൊടുക്കും. ഇതൊക്കെ കഴിഞ്ഞിട്ട് ധനുഷ് പിന്നെ ഇങ്ങനെ ഓടും. ആ ഓടുന്നത് പല ആംഗിളിൽ നിന്നൊക്കെ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യും. ഡ്രോൺ വെച്ച് ഷൂട്ട് ചെയ്യും, താഴെ വെച്ച് ഷൂട്ട് ചെയ്യും, മോളിൽ വെച്ച് ഷൂട്ട് ചെയ്യും. ഒടുക്കം വീട്ടിലെത്തും. അവിടെ മറ്റേ കൊല്ലുന്ന വില്ലനും നാഗരാജും കൂടെ സംസാരിക്കണ കാണുമ്പോൾ ധനുഷിന് മനസ്സിലാവും നാഗരാജ് നമ്മളെ ചതിച്ച്. പിന്നെ എന്ത് ചെയ്യാൻ, പിന്നെ വീണ്ടും ഓടും വേണം. ദേഷ്യം ഒരു സത്യം പറഞ്ഞ കൈസ് കണ്ടോണ്ടിരുന്ന ഞാൻ ചുമ്മാ പറഞ്ഞല്ല കേട്ടാ. ഈ സിനിമയിൽ ധനുഷ് ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിന്റെ ഇടയിൽ മുക്കളായിട്ടിരിക്കണേ കാണാൻ പറ്റും. എന്നിട്ട് വില്ലന്മാരെ രക്ഷപ്പെടാൻ വേണ്ടി പ്രൊഡക്ടറിലെ അർണോൾഡ് ചെയ്യുന്ന ട്രിക്കൊക്കെ ചെയ്തിട്ട് ഇതിന്റെ ഇടയിലൊക്കെ കയറിയിരിക്കും. പക്ഷെ അവര് പൊക്കും. നായകനെ അത്ര പെട്ടെന്നൊന്നും അങ്ങനെ പൊക്കാൻ പറ്റില്ലല്ലോ. കുറെ ഇടിയൊക്കെ വാങ്ങി കേട്ടാ പാപം. ഈ കാട്ടിലൊക്കെ നായകനെ രക്ഷിക്കാൻ ഒരു പട്ടിയും വരുമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും ദാവരെന്തറ ഒരു 4-5 പട്ടികൾ. ഇതൊക്കെ ധനുഷ് ചോറ് കൊടുത്തതിന്റെ നന്ദിയാണ്. ആ പട്ടികളെല്ലാം കൂടെ വന്ന് ഇവനെ കടിച്ച് പറിക്കും. അവനും പേ പിടിച്ചാടേ. എനിവേ അവിടുന്ന് രക്ഷപ്പെട്ടിട്ട് അളിയൻ വന്ന് രാഷ്മിക മദാർ താമസിക്കുന്ന ഹോസ്റ്റലിൽ വന്ന് മലന്ന് കിടന്നിട്ട് പറയും അവൾ അവനെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടാക്കും. അപ്പോഴാണ് ആ സത്യം മനസ്സിലാകുന്നത് ഇവൻ വെറും തെണ്ടിയാണെന്ന്. ഇനി അതേസമയം നാഗാർജുന ഇവനെ തപ്പി ഇവരെ നാട്ടിൽ വരെ പോകുന്നു. അവിടെ പോയി കിളവന്റെ എന്തെങ്കിലും ചോർത്താൻ പറ്റും നോക്കുമ്പോൾ നടക്കൂല. സത്യസന്ധമായി ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ 3 മണിക്കൂർ ഈ പടം വലിച്ചു നീട്ടേണ്ട യാതൊരു കാര്യവും ഇല്ലായിരുന്നു. ഏതെങ്കിലും തയ്യക്കടക്കാരനെ കൊണ്ടെങ്കിൽ 5-6 വെട്ടെങ്കിലും ഈ സിനിമയിൽ എവിടെയെങ്കിലും വെട്ടിച്ചൂടായിരുന്നു. ഇച്ചിരി നീളം കുറഞ്ഞിരുന്നേനെ. ഇത് എവിടെ വലിഞ്ഞേറി പോണാ എന്തോ എന്റെ കർത്താവേ. 3-4 പിച്ചക്കാര്, ഒരു CBI ഓഫീസർ, ഒരു കോർപ്പറേറ്റ് മുതലാളി, 1,00,000 കോടിയും. കഥേരെ പ്ലോട്ടൊക്കെ കൊള്ളാം, പക്ഷെ എടുത്ത് പണി വെച്ചേക്കുന്നതാണ് ഇങ്ങനെ. ഇനി ധനിച്ച് വന്നേക്കുന്നത് ഒരു സബ് രജിസ്റ്റർ ഓഫീസിലാണ്. ഇവൻ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട്. അവിടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ തുറന്നു പറയാനുള്ള പരിപാടിയാണ്. അങ്ങനെ അവർ ഇവൻ വട്ടാണെന്ന് പറഞ്ഞ് പോലീസിനെ വിളിക്കും. വമ്പൻ കോർപ്പറേറ്റ് മുതലാളിയുടെ പേരൊക്കെ പറയുമ്പോൾ പോലീസുകാരൻ എന്തോ ഡൗട്ട് അടിച്ച് ഇവനെ പിടിച്ച് ചോദ്യം ചെയ്യും. ഇവൻ എവിടെയാണ് താമസിച്ചിരുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഇവൻ ആ സ്ഥലത്തേക്ക് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോകും. ഇവൻ ആള് പിച്ചക്കാരനാണെങ്കിൽ ഒടുക്കത്തെ ബുദ്ധിയാണെന്നും ഓർമ്മശക്തി ഉണ്ടെന്നും കാണിക്കാൻ വേണ്ടിയാണ് ആദ്യമേ തന്നെ ചെവരി കണ്ടൊരു സാധനം ഇവ എഴുതുന്നതൊക്കെ കാണിച്ചില്ലേ. ലോജിക് കറക്റ്റ് അവനാണ്. അല്ലെ നമുക്ക് സംശയം അടിക്കില്ല. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ ആ വീട്ടിനകത്ത് നിറച്ച് പൈസയാണ്. ഒരു പെട്ടി നിറച്ച് പൈസയും സ്വർണവും കുറെ പാത്രങ്ങളും. ഇതൊക്കെ ഇനി ശരിക്കും എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടത്തിൽ കുറെ പൈസ അവിടെയും കുറെ പൈസ ഇവിടെ ആയിട്ട് ഇങ്ങനെ വിതറി കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇതിൽ കുറെ പിച്ചക്കാരും കുറെ പൈസയുണ്ട്. ഇത് തന്നെയാണ് ഈ സിനിമ. ഇയാൾക്ക് ഇതെല്ലാം മനസ്സിലാവുമ്പോൾ ഇയാൾ ഇതെല്ലാം ധനുഷിനോട് പറഞ്ഞു കൊടുക്കും. നിന്നെ ബിനാമിയാക്കിയാണെന്നും നിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അതേസമയം തന്നെ എങ്ങനെയോ പെട്ടെന്ന് എവിടെന്നോ വന്ന് എങ്ങനെ ഒരു ട്രാക്ക് ചെയ്തെന്ന് പറഞ്ഞുകൂടാ. നേരെ നാഗാർജുന അവിടെ കയറി വന്ന് അങ്ങേരെ വിളിച്ചു കൊല്ലും. ചാവാനായി മാത്രം ജനിച്ചൊരു ജീവിതം. ഇത് കണ്ടതും നമ്മളെ ധനുഷ് ഒരു 5 നില കെട്ടിടത്തിന്റെ മോളിൽ നിന്ന് എടുത്തങ്ങ് താഴോട്ട് ഇങ്ങനെ ചാടും. എടാ ഒരു ബീഡി കുറ്റിക്കെങ്കിലും അല്പം ലോജിക്ക് അവിടെ വെക്കായിരുന്നല്ല. സരിഗമ ഇപ്പൊ പൊട്ടിയ ധനുഷ് എന്നിട്ട് വീണ്ടും അവിടെ ഇങ്ങനെ ഓടി അവസാനം നമ്മളെ ശ്രീവല്ലിയുടെ അടുത്ത് നിൽക്കും. ഇവ എങ്ങനെയാണ് ശ്രീവല്ലിയെ കണ്ടുപിടിച്ചതെന്നോ ശ്രീവല്ലി എങ്ങനെയാണ് കൃത്യസമയത്ത് ഇവന്റെ അടുത്ത് വന്നതെന്നൊന്നും ഇതിൽ എവിടെയും പറയുന്നില്ല. ഇവർ കണ്ടുമുട്ടി അതേസമയം തന്നെ വില്ലന്മാരും ഇവന്റെ പുറകെ വരും. എടി ഇതൊക്കെ ഇങ്ങനെയാണ് സംഭവിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് ചോദിക്കുകയാണ്. പിന്നെ ഇവർ രണ്ടുപേരും കൂടെ മതിലേടി ഓടും. പക്ഷെ അതിന്റെ ഇടയിൽ നമ്മളെ നാഗരാജുവിന് മറ്റവനെ കൊന്നതിന്റെ റിഗ്രറ്റ് അടിക്കും. അപ്പോഴാണ് അവൻ ശരിക്കും എന്താണ് കാര്യം എന്നൊക്കെ ഒന്ന് അന്വേഷിക്കാൻ പോണത്. ഇത്രയും വലിയ രാജ്യദ്രോഹ കുറ്റം ചെയ്തിട്ടേ ഒരുത്തനെ കൊന്നപ്പോഴാണ് അത്ര അവന് ബോധം വേണത്. കൂടെയുള്ള 2-3 കൊന്നപ്പോഴൊന്നും അവന് ബോധം വേണില്ല. ആയിട്ട് നായ. പിന്നെ APJ അബ്ദുൽ കലാമിന്റെ ഫോട്ടോ കണ്ടപ്പോ ഞാൻ പറയണില്ല. ഇവരെന്ത് വലിഞ്ഞു കയറണിരുന്നല്ലേ. ഞാൻ വിചാരിച്ചു ഉള്ള വേസ്റ്റിലൊക്കെ ചാടി ചൊറിയുള്ളു പാവം പെണ്ണ്. നശിച്ചവനോട് കൂടി വെച്ചാൽ അവക്ക് സ്വസ്ഥതയില്ലെന്ന് പാവം. എന്നിട്ടേ അവളെ വിളിച്ചോണ്ട് ഈ ഫ്ലാറ്റിൽ കൊണ്ടുവരും. പിന്നെ ഒരു സാധു ആയതുകൊണ്ട് പിന്നെ പൈസ ശരിക്കും ഈ പൈസ എന്ന് പറഞ്ഞാൽ നേരത്തെ പോലീസുകാരൻ കണ്ടുപിടിച്ചില്ലേ ആ പൈസയാണ്. ഇവനെ അതിന് കുറച്ച് പൈസ എടുത്തിട്ടൊന്ന് റോട്ടിൽ കണ്ട ഒരാളെ ശവം കോർപ്പറേറ്റ് വണ്ടിയിൽ എടുത്തിട്ട് പോണ കാണുമ്പോഴത്തേക്കും അത് ഇവന് വേണമെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് കുറച്ച് പൈസ കൊടുക്കും. പക്ഷെ കൊടുക്കുന്ന പൈസ പറഞ്ഞാൽ ലക്ഷങ്ങളാണ് കേട്ടോ. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ആളിന് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ. ട്രാൻസ്ഫോർമേഷൻ ആണ്. അതായത് 1-2 പൈസയൊന്നുമില്ല, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് അവന്റെ അക്കൗണ്ടിൽ കിടക്കണമെന്ന് അവന് മനസ്സിലായി. അവൻ ആ കോർപ്പറേറ്റ് മുതലാളി വിളിച്ചിട്ട് പറയും നിന്റെ പൈസ ഞാൻ തരടാ പാട്ടി. എന്നിട്ട് നാഗാർജുന ഒരു അടിയും കൊടുത്തിട്ട് അവൻ തട്ടിക്കൊണ്ടുവന്ന് ഇവിടെ വെക്കും. അപ്പൊ നാഗരാജ് പറയും എനിക്ക് സത്യം പറഞ്ഞ ആ വിഷയങ്ങളൊന്നും അറിഞ്ഞോണ്ടിരുന്ന മോനെ ഞാൻ അറിയത് ചെയ്തു പോയതാണ്. പക്ഷെ നിന്റെ പ്രഗ്നന്റ് ആയ കൂട്ടുകാരില്ലേ അവളെ ഞാൻ കൊന്നിട്ടില്ല. അവളെ ഞാൻ ഹോസ്റ്റലിൽ മാറ്റിയേക്കാണ്. ഈ തീയും പുക ആയിട്ട് ഇവന്മാര് നേരെ അവിടെ ചെന്ന് കയറി കൊടുക്കും. അവന്മാരെ പുറകെ വില്ലന്മാര്. പിന്നെ അതിനകത്ത് ഒരു ആവശ്യമില്ലാതെ ഒരു അനാവശ്യ ഫൈറ്റ്. പിന്നെ ധനുഷ് അവളെ രക്ഷിക്കാൻ വേണ്ടി എടുത്തോണ്ട് ഓടി ഒരു വലിയ വാതിലിന്റെ വെളിയിൽ ചെന്നിട്ട് നാഗരാജ് ഞങ്ങൾ സാക്രിഫൈസ് ചെയ്യും. നിങ്ങൾ രക്ഷപ്പെട്ടോ അണ്ണൻ നോയിക്കോളാം തൊട്ട് വെടികൊണ്ട് ചാവും. ഇപ്പൊ ഇങ്ങനെ ചാവേണ്ട ഒരു ആവശ്യം ഇല്ലായിരുന്നു. അപ്പൊ ഇവള് പ്രസവിക്കേ. അവിടെ നാഗരാജ് ചാവുമ്പോ ഇവിടെ ഇവള് പ്രസവിക്കും. ഈ കൊച്ചിനെ തുടക്കം മുതലേ കണ്ടപ്പോൾ നമുക്ക് തോന്നില്ലേ ആരായിരിക്കും കൊച്ചിന്റെ അച്ഛൻ. അതിനൊരു ഉത്തരം വളരെ ബ്രില്യന്റ് തന്നെ ഈ സിനിമയിൽ പറയുന്നുണ്ട്. ആ കൊച്ചിന്റെ അച്ഛൻ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു VFX ആർട്ടിസ്റ്റ് ആണ്. അല്ലേ ഒരു VFX ഉണ്ടാക്കിയ കൊച്ചിനെ എടുത്ത് വെച്ചേക്കണത്. എടാ വേന്ദ്ര വെകിട വ്യത്യസ്ത മൊണ്ണാളെ ഇത് ആരടാ ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കണത്. ഇത് ഒറിജിനൽ കൊച്ചല്ലേ.
ഓക്കെ മിക്സ് ആയിരിക്കും. എന്തായാലും ഗൈസ് പടം നമ്മൾ തീരുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴേ തീരുവില്ല. ഇത് പിന്നും ഇങ്ങനെ വലിച്ചു നീട്ടും. ആ കോർപ്പറേറ്റ് മുതലാളിയെടുത്ത് വിളിച്ചു പറയുമ്പോൾ നിന്റെ പൈസ എല്ലാ സാധനങ്ങളും തരാം, പക്ഷെ നീ ഒരു ദിവസം തെണ്ടിയെ പോലെ ജീവിക്കണം. അതൊരു വല്ലാത്ത ഡിമാൻഡ് ആയി പോലുള്ള കുട്ട. വേറെ വഴിയില്ലാതെ ആൾക്കാരൊക്കെ 4 ഭാഗത്തും വിതറിയിട്ട് അങ്ങനെ റോട്ടിൽ പോയിരുന്ന് തെണ്ടി. ഇത്രയും സുന്ദരനായ തെണ്ടിനെ റോട്ടിൽ കണ്ട് ആരെങ്കിലും വീട്ടിൽ പിടിച്ചോണ്ട് പോയി വളർത്തും. എനിക്ക് വെള്ളം വേണ്ടേ? ഈ തെണ്ടലിന്റെ ഒക്കെ ഒടുക്ക നായകനും വില്ലനും കൂടി ഫേസ് ടു ഫേസ് കണ്ട ഒരു ഫൈറ്റ് ഉണ്ട്. കൊച്ചൊക്കെ തെറിച്ച് പറന്ന് എവിടെയൊക്കെ പോകണം. അങ്ങനെ കോടിക്കണക്കിന് ആസ്തിയുള്ള ഒരു ബില്യണറായ ഒരു കോർപ്പറേറ്റ് മുതലാളിനെ ഒരു പരമത്തേണ്ടി ഉപ്പയുടെയും കൂണിയുടെ ഇടയിലിട്ട് വെട്ടിക്കൊല്ലും. എന്നിട്ട് ഒരു പട്ടികളും ഇത് ചോദിക്കൂല, അത് ആരും അറിയില്ല. പക്ഷെ അയാളെ മുസ്തി 1 ലക്ഷം കോടി പൈസ കൊണ്ട് എല്ലാ പിച്ചക്കാരും അങ്ങനെ പണക്കാരാവുകയാണ്. ഇനി എന്താണ് ഈ പടത്തിന്റെ മോറൽ? ഒരു തെണ്ടികളെ നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. ഒരു തെണ്ടി നിസാരക്കാരനല്ല. ഇനി ഒരു തെണ്ടി ഇതുപോലത്തെ ഒരു പടം എടുക്കാനും പാടില്ല. അപ്പൊ ശരി ഗൈസ്, ഇതൊരു റോസ്റ്റ് മസാല അല്ല. ഇതിനെ നിങ്ങൾ റോസ്റ്റ് ആയിട്ട് കാണണ്ട. റോസ്റ്റിന്റെ ഒരു ചേരുവകളും ഞാൻ ഇതിനകത്ത് അധികം ചേർത്തിട്ടുമില്ല. ദിസ് ഈസ് നോട്ട് എ റോസ്റ്റ്. അപ്പൊ ശരി ഗൈസ്, നമ്മൾ ഇനിയും കാണും. താങ്ക്സ്, ലവ് യു.